എനിക്കും കേക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിരഞ്ജന. ഞാൻ നമ്മുടെ ഈ പോസ്റ്റ് ടോക്ക് സീരീസിലെ ഓർഗനൈസിംഗ് ടീമിലെ അംഗമാണ്. നമ്മുടെ ഈ മിഷൻ ബെറ്റർ ടുമോറോ നടത്തുന്ന പോസ്റ്റ് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് പോസ്റ്റ് 2.0 സീരീസിലെ 6ാമത്തെ ഡിസ്കഷൻ ആണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ലോക്ക്ഡൌണും കാരണം വീട്ടിൽ അകപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും കുറച്ച് പോസിറ്റിവിറ്റി നൽകാനും ഈ ലോകത്തിലെ പോസിബിലിറ്റീസ് എന്തെല്ലാമാണെന്ന് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പോസ്റ്റ് ടോക്സ് സൂം പ്ലാറ്റ്ഫോമിലും അതേസമയം ഫേസ്ബുക്ക് ലൈവിലും നടക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കോൺഫ്ലിക്ട് മാനേജ്മെന്റ് അഥവാ സംഘർഷങ്ങളെ എങ്ങനെ നേരിടാം എന്നതാണ്. അതില് നമ്മുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് 2 എമിനന്റ് ആയ സ്പീക്കേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പ്രശസ്ത നടിയും ആർക്കിടെക്റ്റുമായ ഉണ്ണിമായ ബി പ്രസാദും എഴുത്തുകാരനും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായരുമാണ് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ പരിപാടിയുടെ ഒരു ഫ്ലോ ഓഫ് ഇവന്റ്സ് ഞാൻ ഇനി പറയാം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പി വിജയൻ സാറ് സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ടോപ്പിക്കിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം സ്പീക്കേഴ്സുമായുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഡിസ്കഷന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലൈവിലെ കമന്റ് സെക്ഷനിലോ സൂമിലെ ചാറ്റ് ബോക്സിലോ ഇടാം. ഡിസ്കഷൻ സെഷന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുക്കുന്നതായിരിക്കും. ആ സമയത്ത് സമയപരിമിതി അനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സ്പീക്കേഴ്സിന് കൊടുക്കും. എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കാൻ പറ്റി എന്ന് വരില്ല, അതിന് ക്ഷമിക്കണം. നമ്മുടെ സമയപരിമിതി അനുസരിച്ച് കഴിയുന്ന അത്രയും ചോദ്യങ്ങൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞാൽ ഒരു 8:15 മണിയാവുമ്പോഴേക്കും നമ്മുടെ പരിപാടി അവസാനിക്കും. ഒന്നും കൂടെ നമ്മുടെ ഈ പോസ്റ്റ് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി നമ്മുടെ സ്പീക്കേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വനിതാ ശിശു വികസന വകുപ്പും കേരള പോലീസും നടത്തുന്ന ആ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസർ ആയ ആര്യയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പോസ്റ്റ് സീരീസ് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ പറയുന്നത് കേൾക്കാവോ പ്രശാന്ത് സർ? കേൾക്കാം ആര്യ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം നമ്മളുടെ ഗസ്റ്റ് സ്പീക്കേഴ്സായി ഇവിടെ വന്നിരിക്കുന്നത് 2 വളരെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളാണ്. 2 പേരെയും എല്ലാവർക്കും അറിയാമെന്നുള്ള 2 മുഖങ്ങളാണ് ശരിക്കും. ആദ്യം തന്നെ ഞാൻ നമ്മളുടെ ഉണ്ണിമായ പ്രസാദ് മാമിനെ കുറിച്ച് പറയാം. മഹേഷിന്റെ പ്രതികാരം, 5ാം പാതിര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ട, അല്ലെങ്കിൽ നമ്മളോടൊപ്പം എന്താ പറയാ, വളരെ വളരെ കാര്യക്ഷമമായ അവതരണം അതോടൊപ്പം തന്നെ ആർക്കിടെക്ചർ കൂടെയാണ്. ഒരേ സമയം ആര്യ മ്യൂട്ടായി പോയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. കുമ്പളങ്ങി നൈറ്റ്സ്, മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ മാം എന്താ പറയാ, ഒരേ സമയം ഒരു അഭിനേത്രിയായി അല്ലെങ്കിൽ ഒരു സഹസംവിധായികയായി അതോടൊപ്പം തന്നെ ഒരു ആർക്കിടെക്ചറായി
നമ്മളുടെ മുന്നിൽ ഇന്ന് മാം നമ്മളോടൊപ്പം മാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, പോസിറ്റിവിറ്റി, മാമിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പോസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യാൻ നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഈ പോസ്റ്റ് ടീമിലേക്ക് മിഷൻ ബെറ്റർ ടുമോറോയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാം, യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, നെക്സ്റ്റ് നമുക്ക് ഞാൻ വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാന്യനായ, അല്ലെങ്കിൽ കേരളത്തിൽ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാണ്ടാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺ ബി നായർ സർ. മാനസികാരോഗ്യ മേഖലയിൽ തന്റേതായ സ്വന്തമായ ഒരു സിഗ്നേച്ചർ തന്നെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ പല രചനകളും നമ്മൾ വായിക്കാറുണ്ട്. മാനസികാരോഗ്യത്തെ കുറിച്ചും അത് സാമൂഹികമായ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സോ അതോടൊപ്പം ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹനായ ഒരു ഡോക്ടർ കൂടിയാണ്. കഴിഞ്ഞ വർഷം, ഈ വർഷം പി കേശവദേവ് സാറിന്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 2019 മാനവസേവാ അവാർഡ്, 2016 അതോടൊപ്പം IMAയുടെ കേരള ആരോഗ്യം പുരസ്കാരം തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി നമ്മൾക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകം സാറിനെ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് അതിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം എല്ലാ പരിപാടികൾക്കും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെത്. മിഷൻ ബെറ്റർ ടുമോറോയുടെ പേരിലും പോസ്റ്റിലേക്ക് അരുൺ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ആര്യ. നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സിനെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അവരെ നമുക്ക് വെൽക്കം ചെയ്തതിന്. ഇനി നമുക്ക് അധികം സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കടക്കാം. ആദ്യം ഈ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നത് പി വിജയൻ IPS അദ്ദേഹമാണ്, സാറാണ്. സാറ് നമുക്കറിയാം ഹെഡ്ക്വാർട്ടേഴ്സ് IG ആണ്. അതോടൊപ്പം തന്നെ ബാക്കി മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. റീന M പോൾ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്നാണ് സൗണ്ട് വരുന്നത്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആദ്യമായിട്ട് ഈ വിഷയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നത് വിജയൻ സാറാണ്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, അതുപോലെ തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ തുടങ്ങി നിരവധി കുട്ടികൾക്ക് വേണ്ടിയും അല്ലാതെയുമുള്ള ഒരുപാട് സാമൂഹിക സംരംഭങ്ങളുടെ ഉപജ്ഞാതാവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG കൂടിയാണ്. അപ്പോൾ സാറിനെ ഈ വിഷയം അവതരിപ്പിച്ച് കുറച്ച് സമയം സംസാരിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. താങ്ക് യു സേഫ്. നമ്മുടെ കേരളത്തിലെ ഏറെ പ്രസിദ്ധനായിരിക്കുന്ന സൈക്കാട്രിസ്റ്റ്, എൻ്റെ പ്രിയ സുഹൃത്തുകൂടിയായ ഡോക്ടർ അരുൺ, നമ്മുടെ ഏറെ പ്രിയങ്കരിയായിരിക്കുന്ന സിനിമ ആർക്കിടെക്ട് താരം, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ ആദ്യമായിട്ട് ഇതിനെ ഞങ്ങളെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം, ഇതിൻ്റെ ഒരു ഓഡിയൻസ് ആയിട്ട്, നമ്മളൊരു പാർട്ട്നേഴ്സ് ആയിട്ട് കേരളത്തിന്റെ വെളിയിലുമായിട്ടുണ്ട്. അവരോട് ഒരിക്കൽ കൂടി ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇറ്റ്സ് ബിക്കമിങ് എ റിയലി ഗുഡ് പ്ലാറ്റ്ഫോം. ഒരുപാട് ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലെ മഹാമാരി നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ലോകത്താകമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിന്റെ വൺ വേ ഓർ അതർ അതിന്റെ വിക്ടിമാണ്. ആ ഒരു ഘട്ടത്തിൽ പ്രത്യാശയും അതുപോലെ സാധ്യതകളെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ കൂടുതൽ നല്ല വഴിക്ക് നയിക്കുകയും നമ്മളെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണല്ലോ നമ്മൾ ഈ പോസ്റ്റ് ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പല ഘട്ടങ്ങളിൽ പല ടോക്കിലൂടെയും പല എമിനന്റ് പേഴ്സണാലിറ്റീസിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇന്നത്തേത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാനസിക സംഘർഷങ്ങളെ നേരിടുമ്പോൾ എന്നുള്ള, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് ദി കോൺഫ്ലിക്ട്സ് എന്നുള്ളത്. ഒരുപക്ഷെ പിന്നീട് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇതിനെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്നാണോ വിളിക്കേണ്ടത്, അതല്ല കോൺഫ്ലിക്ട് കോൺഷ്യസ്നെസ് എന്നാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കോൺഫ്ലിക്ട് കോൺഷ്യസ്നെസ് അല്ലേ കുറച്ചുകൂടി നന്നായിരിക്കുക സബ്ജക്റ്റ് എന്ന് തോന്നി. കാരണം ഒരാൾ ജനിച്ചു വീഴുന്നത് തന്നെ, നമ്മളെ ജീവിതം തന്നെ വളരുന്നത് കോൺഫ്ലിക്റ്റിലൂടെയാണ്. ഒരുപക്ഷെ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അതിന്റെ കരച്ചില് പല കാരണങ്ങൾ കൊണ്ട് കാണും. കരയുന്ന ആൾക്കത് ഒരു കാരണം ഉണ്ടായിരിക്കും, കേൾക്കുന്ന നമുക്കൊരു സന്തോഷത്തിൻ്റെതായിരിക്കുമെങ്കിലും
ഒരുപക്ഷെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഒരു സംഘർഷം അനുഭവിച്ച് പുറത്തു വന്നതിന്റെ ഒരു 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 പ്രതിഷേധം കാണിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന ഒരു സംഘർഷ ലോകത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു വിളംബരം ചെയ്യലായിരിക്കാം. എന്തായിരുന്നാലും ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ ഒരു സംഘർഷത്തിന്റെ ഒരു 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 പ്രഷറോട് കൂടിയിട്ടാണല്ലോ വരുന്നത്. ഇവിടെ പലപ്പോഴും ഈ വളർച്ച നമ്മൾ വളർന്ന് മുന്നോട്ട് പോകും തോറും പിന്നീട് ജീവിതം തന്നെ ആ ഒരു സംഘർഷത്തിലൂടെയാണല്ലോ പുരോഗമിക്കുന്നത്. കുറച്ച് കഴിയുമ്പം കുട്ടികൾ സ്വന്തം സഹോദരന്മാരോട് കളിപ്പാട്ടത്തിനും മറ്റു പല കാരണങ്ങൾക്കായിട്ടുണ്ടാകുന്ന അവരുടേതായിരിക്കുന്ന കുട്ടികളുടേതായിരിക്കുന്ന ഒരു സംഘർഷം. അതിൽ തോടെ തന്നെ ഈ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരെ പല്ല് തേപ്പിക്കാനും എണീറ്റ് നടക്കാനും പഠിപ്പിക്കാനും ഒക്കെ പാരന്റ്സുമായിട്ടുണ്ടാകുന്ന ഒരു സംഘർഷം. ഇതൊന്നും ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് സംഘർഷം അല്ലെങ്കിലും ഒരു സം സോർട്ട് ഓഫ് ഫ്രിക്ഷൻ അവിടെയൊക്കെ വരാറുണ്ട്. ഇത് കഴിഞ്ഞ ഒരു കുട്ടി ഒരാൾ വളർന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടുത്തെ സഹപാഠികളായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില കോൺഫ്ലിക്റ്റുകൾ വരാം. ടീച്ചേഴ്സുമായിട്ട് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. നല്ലൊരു ടീച്ചറായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, കാരണം കുട്ടിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചർ എപ്പോഴും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫ്ലിക്റ്റിന്റെ വേർഷൻ പലപ്പോഴും തോന്നിയേക്കും. കാരണം ഇതൊന്നും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നീട് വളർന്ന് പുരോഗതിച്ച് പഠിച്ച് നമ്മൾ മറ്റ് ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ജൂനിയേഴ്സ് ആയിട്ടുണ്ടാകാൻ പ്രശ്നം, സീനിയേഴ്സ് ആയിട്ടുണ്ടാകാൻ പ്രശ്നം, കൊളീഗ്സ് ആയിട്ടുണ്ടാകാൻ പ്രശ്നം, നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടാകാൻ പ്രശ്നം. പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആശയപരമായിട്ട്, അത് റിലീജിയസ് ആയിരിക്കാം, പൊളിറ്റിക്കൽ ആയിരിക്കാം, മറ്റേതെങ്കിലുമൊക്കെ ആശയപരമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇതിനെല്ലാം കൂടി നമുക്ക് എന്ത് പറയാം, നമ്മൾ വളർന്ന് മുന്നോട്ട് പോകുന്നതെല്ലാം കോൺഫ്ലിക്റ്റിന്റെ ഒരു ലോകത്തൂടെയാണ് എന്നുള്ളത്. അതിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ആണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്നത് നമ്മളെ മനസ്സിന്റെ അകത്ത് നടത്തുന്ന ഒരു ആന്തരികമായിരിക്കുന്ന സംഘർഷമാണ്. ആന്തരികമായിരിക്കുന്ന സംഘർഷം ഒരുപക്ഷെ പല വലിയ സ്പിരിച്വൽ വേൾഡിലൊക്കെ ചിന്തിക്കുന്നവർ പറയുന്ന എന്തായിരിക്കും, ഒരു ലോവർ സെൽഫും ഒരു ഹയർ സെൽഫും തമ്മിലുള്ള ഒരു നിരന്തര സംഘർഷം. ഈ ലോവർ സെൽഫിൽ നിന്നും ഹയർ സെൽഫിലേക്ക് ഉയരണമെന്നുള്ള ലോവർ സെൽഫിന്റെ ഒരു ആഗ്രഹവും, എന്നാൽ അത് നമുക്ക് നടക്കാതെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഘർഷം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ലോർഡ് കൃഷ്ണ ഭഗവത്ഗീത പറഞ്ഞ്, ലെറ്റ് എ മാൻ ലിഫ്റ്റ് ഹിംസെൽഫ് ബൈ ഹിസ് ഓൺ സെൽഫ് ആൻഡ് ലെറ്റ് ഹിം നോട്ട് ലോവർ ഇറ്റ്, ബിക്കോസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് വൺ സെൽഫ് ഈസ് ഹിസ് ഓൺ സെൽഫ് ആൻഡ് ദ വേഴ്സ്റ്റ് എനിമി ടു. അതായത് ഒരാളെ തന്നെ അയാളെ സ്വയം ഉയർത്തിയെടുക്കാണ്. ഇനി ഉയർത്തിയെടുക്കൽ എന്താണ്, ഒരു അത്ലറ്റിന്റെ എന്തും അയാളുടെ സ്പീഡ് കൂട്ടിയെടുക്കുന്നതോ അയാളെ റീച്ച് കൂട്ടിയിരിക്കുന്നതോ എല്ലാം തന്നെ ഒരു സംഘർഷത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും എന്നതുപോലെ നമ്മളെ സ്വയം ലിഫ്റ്റ് ചെയ്യുന്നതും ഒരു സംഘർഷഭരിതമായിരിക്കുന്ന ലോകത്തിലൂടെയാണ്. അൾട്രോൾ എന്താണ് നമ്മളുടെ ഓരോരുത്തരെയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞതും ബെസ്റ്റ് എനിമി പറഞ്ഞതും നമ്മളെ അകത്ത് തന്നെയാണല്ലോ. ഞങ്ങൾ പോലീസുകാർ പറയാറുണ്ട്, ഏതൊരു വ്യക്തിക്കകത്തും ഒരു ക്രിമിനലും ഉണ്ട്, ഒരു പോലീസുകാരനുണ്ട്. അല്ലെങ്കിൽ റിലീജിയസ് പേഴ്സൺസ് പറയാം, എല്ലാവരിലും ഒരു നന്മയുടെ പ്രതീകമായിരിക്കുന്ന ഒരു ഗോൾഡിനെസ്സും ഉണ്ട്, തിന്മയുടെ പ്രതീകമായിരിക്കുന്ന ഒരു പ്രത്യേകത്താന്റെയും രൂപമുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ബൈബിളിലും ഖുറാനിലും ഒക്കെ. കാഫിർ എന്ന് പറയുന്നതും നമ്മൾ അകത്തുള്ളവൻ തന്നെയാണ്. അതിന്റെ അകത്തിരിക്കുന്ന ദൈവവും ഒരുപക്ഷെ നമ്മൾ അകത്തുള്ളതായിരിക്കണം. കല്ലെറിയപ്പെടേണ്ടതും നമ്മളുടെ അകത്തുള്ള ഈ കാഫിറിനായിരിക്കും പുറത്ത്. അതുപോലെ സാത്താനുകളെ കുറിച്ച് പറയുന്ന ബൈബിളിലും ഇത് തന്നെയായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇത് രണ്ടും നമ്മളുടെ ഒരു ആന്തരികമായിരിക്കുന്ന ഒരു സംഘർഷം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്നുണ്ട്, എപ്പോഴും വന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഉള്ളൂരൊക്കെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നാമെ പണിവത് നാകും നരകവും അതുപോലെയെന്നും, നമുക്കുള്ള സ്വർഗവും നരകവും ഒക്കെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മൾ ഉള്ളിൽ പണിയുന്നത് എന്നുള്ള, ആത്യന്തികമായിരിക്കുന്ന സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെയാണ് പണിയുന്നത് എന്നുള്ള. ഇവിടെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ ഒരു ബോധത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഒരു സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡിസഗ്രിമെന്റ്, കേവലം ഒരു ഡിസഗ്രിമെന്റ് അല്ല, അല്ലെ എന്തിനോടുള്ള നമ്മളുടെ എതിരഭിപ്രായമല്ല. ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. ദർ ഇസ് എ കണ്ടന്റ് ഓഫ് ത്രെറ്റ് ഇൻ ഇറ്റ്. Threat can be to your image, to your identity, to your interest, like that. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസഗ്രിമെന്റിനേക്കാൾ കുറച്ചും കൂടി വലുതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ത്രെട്ട്, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത്. വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് ചാൻസസ് ഓഫ് ഇറ്റ്സ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഇറ്റ് ബിക്കം വേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. സംഘർഷങ്ങളെ അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പലപ്പോഴും അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടാവും. അതുകൊണ്ട് അവരെ സോൾവ് ചെയ്യപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അതിന് പരിഹരിക്കപ്പെടേണ്ടത് അവിടെയാണ് അത് കാണിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ സംഘർഷത്തിനോട് നേരിടുന്നത് നമ്മളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. നമ്മളെ പെർസ്പെക്റ്റീവിൽ തന്നെ, ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് അയാൾ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾ പറയുന്നത് ശരിയല്ല, വൈഫ് പറയുന്നതൊക്കെ ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്
എപ്പോഴും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി അവർ ഓൺ പെർസ്പെക്റ്റീവ് ആയിരിക്കും. പെർസ്പെക്റ്റീവിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ സീത്രൂ എന്ന് പറഞ്ഞ് വളരെ കുറവായിരിക്കും. അതിന്റെ ഒരു ബേസിക്കലി പലപ്പോഴും കണ്ടത് ഒരു ജഡ്ജ്മെന്റലിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞ് വളരെ കൂടുതലാണ്. ജഡ്ജ്മെന്റൽ ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഇത് ട്രിഗർ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് ഒരുപാട്, നമ്മുടെ ദേഷ്യം, അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻസ്, ഇതെല്ലാം തന്നെ ഇതിന് പൊട്ടിപ്പുറപ്പെടുക്കും. പിന്നെ പക്ഷെ എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘർഷങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതും അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു അടിസ്ഥാന ഘടകം എന്നുള്ളത്. ഏതൊരു ഒരു നല്ല കോൺഫ്ലിക്റ്റ് വീട്ടിന്റെ അകത്തായിരുന്നാലും വീട്ടിന്റെ പുറത്തായിരുന്നാലും സംഘർഷങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ചില സ്കില്ലുകളെ കുറിച്ച് പലരും അനുഭവത്തൊന്നും പറയാറുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ് എന്നുള്ളത്. ഏറ്റവും നല്ല പേഷ്യൻസ് ഉള്ള ആൾക്ക് സംഘർഷങ്ങൾ നേരിടുന്നതിൽ ഏറ്റവും നല്ല സക്സസ് ആയിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഈ ആക്റ്റീവായിട്ട് കേൾക്കാനുള്ള, ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതും ഇതിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാം. എമ്പതി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിക്കും പക്ഷേ എമ്പതി എന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കേൾക്കാൻ, ആ ഒരു അനുതാപത്തോടു കൂടി കേൾക്കാനുള്ള ഒരു മനസ്ഥിതി, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കേൾക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിലും സംഘർഷം പരിഹരിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റിയാണ്. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞത് എല്ലാത്തിൻ്റെ അകത്ത് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന ഒരാൾ, എല്ലാത്തിൻ്റെ അകത്ത് ഒരു നന്മയുടെ കണ്ടന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കും ഒരുപക്ഷെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, അത് കേൾക്കുന്ന സമയം, അത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാർഷ്യാലിറ്റി, മുൻവിധികളില്ലാത്ത രീതിയിൽ കേൾക്കാനുള്ള ഒരവസ്ഥ, ഒരു ഇമ്പാർഷ്യാലിറ്റി, അതും കോൺഫ്ലിക്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നത് നന്നായിരിക്കുന്നെന്ന് തോന്നുന്നു. പിന്നീട് എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ല രീതിയിലുള്ള ഒരു നെഗോഷിയേറ്റ് ചെയ്യാനും ഒരു കോംപ്രമൈസ് ചെയ്യാനും ഒരു കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള ആളുകളും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ നേടുന്നത് നന്നായിരിക്കുന്നു. ഏറ്റവും ഒരു സ്ട്രാറ്റജി ആയിട്ട് ഹൗ ടു ഡീൽ വിത്ത് എ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒന്ന് ചിലതെല്ലാം നമ്മൾ ശ്രമിക്കേണ്ടത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാന്നല്ല. പറ്റാവുന്നതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അൺവാണ്ടഡ് ആയിരിക്കുന്ന ദർ ഇസ് നത്തിങ് ടു ലൂസ്, നത്തിങ് ഗോയിങ് ടു ഇന്റൻസിഫൈ ഒക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എത്ര നന്നായിരിക്കും, ഒരു സ്ട്രാറ്റജി നന്നായിരിക്കും തോന്നുന്നു. രണ്ടാമത്തത് ഹൗ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഹൗ മച്ച് വി ക്യാൻ അക്കമഡേറ്റ്. ഇപ്പം വേറൊരാളുടെ ഒരു പെർസ്പെക്റ്റീവിനെ എത്രത്തോളം നമ്മളുടേതുമായിട്ട് അക്കമഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പല പ്രശ്നങ്ങളും വീട്ടിന്റെ അകത്തായാലും പുറത്തായാലും നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ ടു വാട്ട് എക്സ്റ്റെന്റ് വി ക്യാൻ ഗോ ഫോർ കോംപ്രമൈസ് എന്നുള്ളത് ഒരു കാര്യമാണ്. ചില കാര്യങ്ങളിൽ ഒരല്പം കോംപ്രമൈസിങ് മനസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു. ചിലതിൽ നമ്മൾക്ക് കോമ്പറ്റ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് അത്ര ശരിയല്ല. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പല സമയത്തും അങ്ങനെ ചില സമയം കിട്ടാറുണ്ട്. അപ്പൊ ചില ഇടയ്ക്കൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ പല പ്രദേശങ്ങളും ഇന്ത്യയുടെ പല പ്രദേശങ്ങളും കാണാൻ അവസരം കിട്ടാറുണ്ട്, കോമ്പറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി. പിന്നെ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില സമയത്ത് അങ്ങ് സറണ്ടർ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മളെ കുട്ടികളോട് നമുക്ക് വളരെ വേണ്ടപ്പെട്ടത് നമ്മളുടെ ബന്ധം കളയാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നമ്മളുടെ പെർസ്പെക്റ്റീവിന് യാതൊന്നും കിട്ടില്ല, ഒരുപക്ഷെ സറണ്ടർ ചെയ്യുന്നതല്ല. ഞാൻ ഒരു പ്രാവശ്യം പണ്ട് എൻ്റെ മകനോട് പറയും, ഞാൻ 1 മുതൽ 10 വരെ എണ്ണുമ്പോഴേക്ക് നീ ഇത് ചെയ്തിരിക്കണം. അപ്പൊ അവൻ പറയും 1 മുതൽ 10 വരെ എണ്ണിയിട്ടില്ലെങ്കിൽ ചെയ്തില്ല അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ പറയും വീണ്ടും ഞാൻ എണ്ണും. അപ്പൊ ചുരുക്കി അങ്ങ് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, കാരണം അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വവും അവന്റെ സ്നേഹം എനിക്ക് ആവശ്യമുണ്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിവിധങ്ങളായിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സംഘർഷങ്ങളായിരിക്കും ഒരാളുടെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ പല പുത്തൻ ഉദ്യമങ്ങളോ മേഖലകളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, കൂടുതൽ ഒരു മെച്ചപ്പെട്ട ഒരു സന്തോഷം ജീവിതത്തിലേക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ സംഘർഷഭരിതമായിരിക്കുന്ന പല മേഖലയിലേക്കും നമ്മൾ കടന്നു വരണം. അത് പുതിയ ബിസിനസ്സിലേക്കാകാം, പുതിയ പഠനത്തിന്റെ പുതിയ കോഴ്സുകളിലേക്ക്, പുതിയ രാജ്യങ്ങളിലേക്ക്, പുതിയ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതിലേക്കായിരിക്കും ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ പോകും തോറും ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, ദർ ഇസ് നോ പെയിൻ ദർ വിൽ ബി നോ ഗെയിൻ അറ്റ് ഓൾ. അപ്പം ആ ഒരു സംഘർഷം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു പക്ഷേ നമ്മളെ ബർത്തിന്റെ കൂടെ തന്നെ നൽകിയിരിക്കുന്നതാണ്. അതിനെങ്ങനെ ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജീവിതത്തെ നമ്മൾ മെച്ചപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട രീതിയിലേക്കോ പോകുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഒരു ടോക്ക് ഇറ്റ് വിൽ ബി ഐ തിങ്ക് വെരി യൂസ്ഫുൾ. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതോടൊപ്പം തന്നെ അവനവൻ്റെതായിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഈ ജീവിതത്തെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. നമുക്ക് അടുത്ത് സ്പീക്കേഴ്സിലേക്ക് പോവാം. അപ്പോൾ സ്പീക്കേഴ്സിനെ ആയിട്ട് ഈ ടോക്ക് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനീയനായ ആനന്ദ് ഹരിദാസ് അദ്ദേഹം നമ്മുടെ ഒരു ടീം മെമ്പറാണ്. മിഷൻ ബെറ്റർ ടുമോറോന്റെ പലവിധ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയും അതുപോലെ തന്നെ
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ ഒരു വൺ ഓഫ് ദ ലീഡേഴ്സ് ആണ് ശ്രീ ആനന്ദ് ഹരിദാസ്. സ്വാഗതം. താങ്ക് യു സൈഫ്. സാറ്, വിജയൻ സാർ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്കഷന്റെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് പങ്കെടുക്കാനായിട്ട് വന്ന ഉണ്ണിമായെയും ഡോക്ടർ അരുണിനെയും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ സംസാരിച്ച് തുടങ്ങും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഡോക്ടർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്ര ഡോക്ടറും എഴുത്തുകാരനും ഒക്കെയാണ് താങ്കൾ. താങ്കളുടെ ജീവിതയാത്രയുടെ വിശാലമായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ജീവിതത്തിന്റെ സംഘർഷങ്ങളെ എങ്ങനെ നേരിടണം എന്നാണ് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം? നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മിഷൻ ബെറ്റർ ടുമോറോയുടെ അധികാരികളോട്, IG വിജയൻ സാറിനോടും സൈഫിനോടും അതിന്റെ ബാക്കി എല്ലാ അധികാരികളോടും നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറഞ്ഞൊരു വാക്കിന് ലാറ്റിൻ ഭാഷയിൽ ഒരു വ്യക്തമായ ഒരു അർത്ഥമുണ്ട്. ലാറ്റിൻ വാക്കാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്. ഒരേ സമയം തന്നെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു അർത്ഥം തന്നെ. കോൺഫ്ലിക്റ്റിന് പലതരത്തിലുള്ള നിർവചനങ്ങൾ മനഃശാസ്ത്രത്തിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ തെളിയുമ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ആകർഷകം എന്ന് ചിന്തിച്ച് പ്രതീക്ഷിച്ച് അതിനെ തുടർന്ന് അസ്വസ്ഥതയുണ്ടാകുന്ന സാഹചര്യം എന്നാണ് കോൺഫ്ലിക്റ്റിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു നിർവചനമേ. കോൺഫ്ലിക്റ്റ് ഇസ് ദ ആന്റിസിപ്പേറ്റഡ് ഫ്രസ്ട്രേഷൻ entailed in the choice of either alternative എന്നതാണ്. ഇതിന് പലതരത്തിലുള്ള വകഭേദങ്ങൾ അല്ലെങ്കിൽ വർഗീകരണങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പൊതുവായിട്ട് ഞാൻ ചുരുക്കി പറയുമ്പോൾ 3 തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, 3 തരത്തിലുള്ള സംഘർഷങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരാം. ഒന്നാമത്തേത് ആന്തരിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്ട്സ്, മനസ്സിന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന സംഘർഷങ്ങളാണ്. രണ്ടാമത്തേത് വ്യക്യാന്തര സംഘർഷങ്ങൾ, 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലിന്റെ ഫലമായി, സാമൂഹിക ഇടപെടലിന്റെ ഫലമായി വരുന്ന സംഘർഷങ്ങൾ. മൂന്നാമത്തേത് ഉപബോധ മനസ്സിലെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അബോധ മനസ്സിലെ സംഘർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മൂന്നാമത്തെ ഒരു വിഭാഗം സംഘർഷങ്ങളാണ്. അത്തരം സംഘർഷങ്ങൾ പലപ്പോഴും നമുക്ക് വ്യക്തമായി എന്ന് വരില്ല. ആ അബോധ സംഘർഷങ്ങളെ ഒരുപക്ഷെ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴേ അതൊരു സംഘർഷമായിരുന്നു എന്ന് പോലും നമുക്ക് വ്യക്തമാണ്. ആദ്യമേ ഈ ആന്തരിക സംഘർഷങ്ങളെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആന്തരിക സംഘർഷങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. ഒന്നാമത്തേത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് 2 നല്ല സാധ്യതകൾ നമ്മുടെ മുൻപിൽ തെളിയുമ്പോൾ അത് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു സംഘർഷമാണ്. ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്, ജോലി ചെയ്യുന്നു, അവൾക്ക് ഒരു വ്യക്തിയോട് പ്രണയമുണ്ട്. പക്ഷെ അന്യ മതത്തിലുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല. എന്നാൽ അമ്മയോട് ഭയങ്കര താല്പര്യവുമുണ്ട് ഈ കുട്ടിക്ക്. അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാനും വയ്യ, എന്നാൽ ഈ ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാനും വയ്യ. 2 നല്ല സാധ്യതകളാണ്. കാമുകനെ വിവാഹം കഴിക്കുന്ന ഒരു നല്ല സാധ്യതയാണ് അവളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അമ്മ വിഷമിക്കരുത്, അമ്മ സന്തോഷമായിട്ടിരിക്കണമെന്നതും നല്ല സാധ്യത. ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംഘർഷമാണ് ഈ ആദ്യത്തെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഒരു തരം സംഘർഷം അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് 2 അസുഖകരമായ സാഹചര്യങ്ങൾ വരിക. ഉദാഹരണത്തിന് കോവിഡ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലരുടെയും ജോലി നഷ്ടപ്പെടും. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ജീവിക്കാം എന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് നല്ലൊരു ശതമാനമാണ്. അപ്പൊ ഒരു പ്രത്യേക ജോലി കിട്ടുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ശമ്പളത്തെക്കാൾ വളരെ വളരെ കുറവാണ്, ജോലി ഭാരവും കൂടുതലാണ്. ഒന്നുകിൽ ഇത് എടുക്കാം, പക്ഷെ അതൊരു നരകതുല്യമായ അനുഭവമായിരിക്കും, വലിയ വരുമാനവും ഇല്ല, കഷ്ടപ്പാടുമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തൊഴിലില്ലാതെ വീട്ടിലിരിക്കാം. ഇത് 2 ഏതെടുക്കണം? 2 ഏതെടുത്താലും അസുഖകരമാണ്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്ന അവസ്ഥയാണ്. മൂന്നാമത്തേത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരു സാധ്യത നല്ല സാധ്യതയാണ്, പക്ഷെ അതിൽ കുറച്ച് അപകടങ്ങൾ പതിയിരിക്കും. രണ്ടാമത്തേത് മോശമായ ഒരു സാധ്യതയാണ്, അതിൽ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഇല്ലതാനും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു ജോലി നമുക്ക് ലഭിക്കുന്നു, വളരെ ഉയർന്ന ശമ്പളമുള്ള ജോലിയാണ്, പക്ഷേ അപകടകരമായ ജോലിയാണ്, അപകട സാധ്യതയുള്ള ജോലിയാണ്. ഇപ്പൊ കോവിഡ് രോഗികളെല്ലാം കൂടെ കിടക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കാൻ ഒരു ജോലി കിട്ടുന്നു. കനത്ത ശമ്പളം നമുക്ക് ഓഫർ ചെയ്യപ്പെടുന്നു, ആകർഷകമാണ് ശമ്പളം, പക്ഷേ കോവിഡ് രോഗികളുമായിട്ട് ഇടപെടേണ്ടി വരും, രോഗസാധ്യത, ഇങ്ങനെയുള്ള ഭീതികൾ നമ്മളെ പുറകോട്ട് വലിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികളാണ് ഈ അപ്രോച്ച് അവോയ്ഡൻസ്. ഇനി 4ാമത്തെ ഒരു സംഗതി കൂടെ ഉണ്ട് ഈ ആന്തരിക സംഘർഷങ്ങളിൽ, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ
പലതരത്തിലുള്ള സാധ്യതകൾ, നല്ലതാണ് സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഒഴിവാക്കിയാൽ കുറച്ച് നല്ലതുമുണ്ട്. രണ്ടിന്റെയും കൂടെ ഒരു തികഞ്ഞ ആശയക്കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടി, നല്ല ശമ്പളമുണ്ട്, നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുന്നു. വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കണമെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പറയുന്നു. ആ വ്യക്തിയോട് ഇഷ്ടമാണ്, അതുകൊണ്ട് അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്നാൽ ജോലിയോടും ഇഷ്ടമാണ്, അത് ഉപേക്ഷിക്കുന്ന ചിന്തിക്കാനും വയ്യ. കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാം. ഇനി രണ്ടാമത്തെ സംഘർഷം വ്യക്തിയാന്തര സംഘർഷങ്ങൾ. ഈ വ്യക്തിയാന്തര സംഘർഷങ്ങളിൽ ശരിക്കും ഒരു വ്യക്തിയുടെ ധാർമ്മിക വികസനം എന്ന് പറഞ്ഞ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതിക്ക് വലിയ പ്രസക്തിയുണ്ട്. ചെറുപ്പത്തിൽ ഒരുപക്ഷെ കടുംപിടുത്തങ്ങളുള്ള നിലപാടുകളുമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകൾ, മതവുമായി ബന്ധപ്പെട്ടത്, മറ്റു പല കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടത്, ഇത്തരം ഭിന്നതകൾ ഉള്ള സമയത്ത് ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് സമരസപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ട് കാണും. ഇപ്പൊ ക്യാമ്പസിലും മറ്റുമൊക്കെ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ തീവ്രമായ നിലപാടുകൾ, പലപ്പോഴും എതിരഭിപ്രായമുള്ളവരോട് ഒട്ടും സമരസപ്പെടാൻ പറ്റാത്ത, ഒട്ടും സഹിഷ്ണുതയില്ലാത്ത നിലപാടുകളൊക്കെ കാണും. പക്ഷെ ഒരു നിശ്ചിത കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ജീവിതത്തിൽ നിന്ന് സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോടൊപ്പം തന്നെ ഒരു പ്രത്യേക മേൽക്കൂരയ്ക്ക് താഴെ ആ സംഘർഷമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം യോജിച്ച് യോജിപ്പിന്റെ പുതിയ പ്രതലങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു തിരിച്ചറിവിലേക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ കുറയും. പ്രായം കൂടി വരുന്നതനുസരിച്ച്, അനുഭവങ്ങൾ കൂടി വരുന്നതനുസരിച്ച് സഹിഷ്ണുതകൾ കൂടുന്ന ആ ഒരു മുറയ്ക്ക് കൂടുതൽ അത്തരം സാധ്യത. മൂന്നാമത്തേത് ഈ അബോധമായിട്ടുള്ള സംഘർഷങ്ങളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പിന്നീട് രേഖപ്പെടുത്താം, സമയം പരിമിതമായതുകൊണ്ട് തൽക്കാലം. താങ്ക് യു ഡോക്ടർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് സംഘർഷങ്ങളെ കുറിച്ചും അതിന്റെ ഒരു രീതിയെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തു തന്നേനെ. അപ്പം ഞാൻ ഉണ്ണിമായയിലേക്ക് പോവുകയാണ്. ഉണ്ണിമായ, വെൽക്കം. ഉണ്ണിമായ അറിയപ്പെടുന്ന ഒരു നടിയാണ്, വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ്. ഉണ്ണിമായ സിനിമയിൽ തന്നെ പല പല മേഖലകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, കലാസംവിധായകൻ, പല പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ണിമായുടെ ക്രിയേറ്റീവ് ടാലന്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പല ഇൻട്രസ്റ്റുകൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ണിമായുടെ കരിയറിൽ ഇത്രയും പല മേഖലകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഉണ്ണിമായ ഈ കരിയറിലെ ഒരു ഓപ്ഷനിലേക്ക് എത്തിയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് അതിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ചോദ്യമാണ്. എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു നിർത്തിയതിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്, എങ്ങനെയാണ് 2-3 ജോലികൾ ഒരുമിച്ച് വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. വിജയൻ സാർ ആദ്യം പറഞ്ഞതുപോലെ, അവസാനം സാർ പറഞ്ഞത് എല്ലാവരും അവനവൻ്റെതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുക, ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക, അങ്ങനെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഭയങ്കര അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മെക്കാനിസം തികച്ചും ഭയങ്കര പേഴ്സണൽ ആണ്. അത് എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഞാൻ കോൺഫ്ലിക്റ്റ് എന്ന് കാണുന്നതിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പൊ ഞാൻ കോൺഫ്ലിക്റ്റ് കാണുന്നത് എന്ത് തരത്തിലുള്ള ഫ്രിക്ഷനും എന്നെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റ് ആണ്. ഫിയർ ആകാം, സ്ട്രെസ് ആകാം, ടെൻഷൻ ആകാം, എൻ്റെ ഉള്ളിലുള്ള അഭിപ്രായ പ്രശ്നമായിരിക്കാം, ഞാൻ പുറത്ത് ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അങ്ങനെ എൻ്റെ സമാധാനത്തിൽ വ്യതിചലനം ഉണ്ടാക്കുന്ന എന്തും കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ സമാധാനം തിരിച്ചു കിട്ടിയേ മതിയാവും. ആ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യണം. അത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകാൻ പറ്റില്ല, അത് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു പരിധി വരെ സമയം അത് ഹാൻഡിൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന 2 ജോലികളിലും ഒരു പരിധി വരെ നമ്മൾ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സോൾവ് ചെയ്യപ്പെട്ടു പോകും. അതാണ് അവോയ്ഡൻസ് എന്നുള്ള ഫാക്ടറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അത് പക്ഷെ നിശ്ചിതമാണ്, ആ സമയം സോൾവ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇടപെടണം, സോൾവ് ചെയ്യണം. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞാലാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിലേക്ക് എത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ 2-3 ജോലി എടുക്കുന്നതിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ ബേസിക്കലി ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. പല കാര്യങ്ങളോടും ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. കുഞ്ഞിലെ മുതലേ പല കാര്യങ്ങൾ കാണുമ്പോഴും അതിൽ എക്സൈറ്റഡ് ആവുകയും അതെങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്നെ ക്യൂരിയസ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ക്യൂരിയോസിറ്റി എന്നിൽ ഒരു സമാധാനക്കേട് ഉണ്ടാക്കും. ആ സമാധാനക്കേടിനെ ഞാൻ അഡ്രസ് ചെയ്ത് തുടങ്ങുന്നതാണ്
എൻ്റെ ആദ്യത്തെ പ്രോബ്ലം സോൾവിങ്. സോ മൈ കോൺഫ്ലിക്ട് ഹാപ്പൻസ് വിത്ത് മൈ ക്യൂരിയോസിറ്റി മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഇങ്ങനെ പല ജോലികളിൽ എനിക്കുള്ള ക്യൂരിയോസിറ്റിയാണ് എന്നെ അത് അഡ്രസ് ചെയ്യിപ്പിക്കാൻ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആർക്കിടെക്ചറിലേക്ക് എത്തിയത് ക്യൂരിയോസിറ്റി ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് ഐ കം ടു ദ പോയിന്റ്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് സ്ഫടികം സിനിമ റിലീസായിട്ടുള്ളത്. അപ്പോൾ സ്ഫടികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ആടുതോമയുടെ മുണ്ട് പറിച്ചടിയും ആട്ടിൻ ചോര കുടിക്കലും ഒക്കെ ആയിട്ട് ആൾക്കാർ ആഘോഷിച്ച സിനിമയാണ്. പക്ഷെ എന്നെ അതിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം കുഞ്ഞാടുതോമ ഉണ്ടാക്കിയ സോപ്പ് കെട്ടി കൊണ്ടുള്ള റേഡിയോയോ അല്ലെങ്കിൽ സൈക്കിൾ വീലിന്റെ റിമ് കൊണ്ടുള്ള കൈ അടിക്കുന്ന മണിയോ അവന്റെ വീട്ടിലെ അവനുണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളോ ഒക്കെയാണ് എന്നിലെ ക്യൂരിയോസിറ്റി ഉള്ള ആളെ ആ സിനിമയിലേക്ക് അടുപ്പിച്ചത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് വെൽത്ത് ഫ്രം വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് കുറച്ച് കരകൗശല സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അതിന്റെ കുട്ടി എന്നുള്ള രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഒരു ദിവസം വിസിറ്റിന് പോകുന്നു. അവര് വൈപ്പിൻ ഭാഗത്ത് കുറച്ച് വെള്ള പ്രദേശമുള്ള സ്ഥലമാണ്. അവരുടെ വീടിന് പുറകിലായിട്ടൊരു തോടുണ്ട്. ആ തോടിന് പുറകിലത്തെ പറമ്പിലേക്കായിട്ട് ഒരു സിംഗിൾ ടീ പോസ്റ്റിൽ 4 പലക അടക്കി വെച്ചിട്ടുള്ള ഒരു പാലമുണ്ട്. അപ്പോൾ ഈ പാലം കെട്ടിയിരിക്കുന്നത് കുറച്ച് അൺഈവനായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ വളരെ ഫങ്ഷണലി എഫിഷ്യന്റ് ആയിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലാണ്. ഇനിയാണ് എൻ്റെ രണ്ടാമത്തെ പ്രശ്നമായ OCD വരുന്നത്. എനിക്ക് OCD ഉണ്ട്, ഒബ്സസീവ് കമ്പൽഷൻ ഡിസോർഡർ ആണത്. അത് നീറ്റ്നെസ് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ജേംസിനോടുള്ള പേടിയും, ഒന്ന് എല്ലാം അറേഞ്ച്ഡ് ആയിട്ടിരിക്കുക എന്നുള്ള ഒബ്സെഷനുമാണ്. എനിക്ക് രണ്ടാമത്തെ സാധനമാണ് എല്ലാം അറേഞ്ച്ഡ് ആയിട്ടിരിക്കുക എന്നുള്ള ഒബ്സെഷനാണ്. അപ്പൊ ആ ഒബ്സെഷൻ കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലികളും അങ്ങനെ അറേഞ്ച്ഡ് ആയിട്ട് ഭയങ്കര ഓർഡറിലേ പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതെനിക്ക് സംഘർഷം ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ പ്രോസസ്സിനെ ഏറ്റവും മികച്ച രീതിയിലാക്കാൻ ഞാൻ എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പാലം ഡിസോർഡേർഡ് ആയിട്ട് കെട്ടിയിരിക്കുന്നത് എന്നിൽ OCD പേഷ്യന്റിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. ഞാനപ്പോൾ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്ഫടികത്തിന്റെ ഓർമ്മയിൽ എനിക്ക് ഈ പാലം ഒന്ന് ശരിയാക്കണമെന്ന് തോന്നുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു കസിൻ ചിഞ്ചു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, സമപ്രായകാരിയായ ഒരു പെൺകുട്ടിയും കൂടെ ഈ പാലം അഴിച്ച് പണിഞ്ഞിട്ട് തിരിച്ചു കെട്ടാൻ തീരുമാനിക്കുന്നു. പാലം അഴിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത്തിനേക്കാളും അപ്പുറത്തൊരു സ്ട്രെങ്ത് വേണം ഈ പലകയൊക്കെ തിരിച്ചടക്കി അത് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത് വലിയ പ്രശ്നമായി. കുരുത്തക്കേടിന്റെ വലിയ ബാധ്യത എൻ്റെ തലയിൽ വന്ന് വീണു. ഞാൻ മറ്റേ കുട്ടീനെ കൂടെ വഴിതെറ്റിച്ചു എന്നുള്ള അവസ്ഥയായി. അങ്ങനെ വീട്ടിൽ ഭയങ്കര സംഘർഷഭരിതമായ അവസ്ഥയായി. അമ്മയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല, അത് അവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ആ സമയത്ത് അവിടെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആ പോയിന്റ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ക്യൂരിയോസിറ്റിയും എൻ്റെ OCD പ്രശ്നവും കൊണ്ട് എനിക്കത് ബെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അഴിച്ച് കെട്ടേണ്ടി വരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഉള്ളിൽ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്ന കാര്യമാണ്. ആൻഡ് ദെൻ രാത്രി അച്ഛൻ വരുന്നു. അച്ഛനോട് അമ്മ ഈ പരാതിയൊക്കെ പറയുന്നു, കുട്ടി ഭയങ്കര പ്രശ്നമാണ്, കുട്ടിയെ പുറത്തൊരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പൊ അച്ഛൻ പക്ഷെ പുറത്ത് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട്, കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന ആളായതുകൊണ്ട് അച്ഛന് വേറെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരുന്നു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ, വിച്ച് ഇസ് ഗുഡ് ആൻഡ് ഐ വാസ് ബ്ലെസ്ഡ്. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പാലത്തിന് ഇങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള കെട്ടായിരുന്നു, എനിക്കത് ശരിയാക്കാൻ പറ്റും. എന്നിട്ട് ശരിയാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്സ് എന്നെ അതിന് സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ആ പാലം ശരിയാക്കാൻ പറ്റും. അതെന്റെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഈ ഒരു അവസരത്തിലാണ് വേർ ഹി ബിഹേവ് ഡിഫറെന്റ്. എന്നെ അമ്മ അതുവരെ വഴക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് അച്ഛൻ വ്യത്യസ്തമായി തീരുമാനിക്കുന്നു, ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ ഫിസിക്കൽ തിങ്, ക്യാൻ യു ഡു ഇറ്റ് ദെൻ. അങ്ങനെ ഒരു ചാലഞ്ചിലേക്ക് ആ ഘട്ടത്തെ എത്തിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് വന്നിരിക്കുകയാണ്. എനിക്ക് ഫിസിക്കലി ഹെൽപ്പ് ഉണ്ട്, നിനക്കത് ചെയ്യാൻ പറ്റുമോ? ഞാനത് ഏറ്റെടുത്തു. ഞാനും അച്ഛനും കൂടെ. അച്ഛൻ എനിക്ക് അതിനുള്ള ഫിസിക്കൽ ഹെൽപ്പുകൾ തന്നു. ഞാൻ ആ പാലം കെട്ടി. ഇത് എനിക്ക് തന്നിട്ടുള്ള സന്തോഷവും സംതൃപ്തിയും ഭയങ്കര വലുതായിരുന്നു. ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷവും സംതൃപ്തിയും എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരുന്നു. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നൽകുന്നത്. അതിൽ നിന്നാണ് ഞാൻ പിന്നീട് എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും എൻ്റെ ക്യൂരിയോസിറ്റിയെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു.
ഈ പാലംകെട്ടിൽ നിന്നുള്ള അഡ്വാൻസ്മെന്റ് ആണ് എൻ്റെ ആർക്കിടെക്ചർ ജീവിതത്തിലേക്കും ഇപ്പൊ ഞാൻ ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യുന്നതിലും ആ ക്യൂരിയോസിറ്റി തന്നെയാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉള്ളിടത്തോളം കാലം എനിക്ക് ആർക്കിടെക്ചറിന് വിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമായിരുന്നു സിനിമ. നമ്മൾ വായിക്കുന്ന പോലെയോ കേൾക്കുന്ന പോലെയോ അല്ല, വല്ലാതെ നമ്മളിലേക്ക് സിനിമ കാണുമ്പോൾ അത് മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അവരുടെ ജീവിത ശൈലിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ സിനിമയെ കുറിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, നല്ല ചിത്രമാണെങ്കിൽ. അപ്പോൾ അത് ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളതിൽ എനിക്ക് ധാരണയുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ഒരുപാട് ഡാൻസും പരിപാടിയും ഒക്കെ ആയിട്ട് വളരെ സ്പോർട്സിലും ആർട്സിലും ഒക്കെ ആക്റ്റീവ് ആയിരുന്ന ആളായിരുന്നത് കൊണ്ട് ഞാൻ സിനിമയുടെ ക്യൂരിയോസിറ്റിയുടെ പിന്നാലെ അന്വേഷിച്ചു പോയി. അങ്ങനെ സിനിമയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യുന്നതിൽ 2-3 കാര്യങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നതിൽ സിമ്പിൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. രണ്ടും ഭയങ്കര ടീം വർക്ക് ആവശ്യമായിട്ടുള്ള ജോലികളാണ്. സിനിമയാണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ടീം വർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ജോലികളാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഉള്ളിലുള്ള ആശയം നമ്മൾ പുറത്തേക്ക് എത്തിക്കുമ്പോഴേക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊരു ടീം ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും അവനവൻ്റെതായ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് ആ അഭിപ്രായങ്ങളെ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ കേൾക്കണം. അത് സിനിമയിലാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അതോറിറ്റീവ് ആളല്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറോ ആക്ടറോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിന്റെ തീരുമാനമെടുക്കുന്ന ആൾ ഞാനല്ല. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ അറിയിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നടി എന്നുള്ള നിലയിൽ അവിടുത്തെ ഒരു ജനാധിപത്യ നയമൊക്കെ നോക്കിയിട്ടേ പറയാറുള്ളൂ സെറ്റില്. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ വളരെ അടുത്ത ഡയറക്ടേഴ്സിന്റെ കൂടെ പേഴ്സണലി വളരെ അടുപ്പുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സാഹചര്യം നോക്കിയാൽ മതി. എന്താ പറയാ, നമ്മൾ തക്കം വാർത്തിരിക്കണം പറയാൻ എന്ന് പറയുന്നത് പോലെ എനിക്ക് പറയാനുള്ള ഒരു ആശയം കൃത്യമായ ഒരു സാഹചര്യത്തിലോ സമയത്തിലോ ആണോ പറയുന്നത് എന്നുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് വരുന്ന അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഞാൻ അറിയിക്കുന്നത്. ആക്ടർ എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ സുഖമാണ്. മൊത്തത്തിൽ ഒരു സെറ്റിന്റെ ജനാധിപത്യം നോക്കിയിട്ട് ഇടപെട്ടാൽ മതി. ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷെ ആർക്കിടെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതല്ല സ്ഥിതി. നമ്മളാണ് അതിന്റെ അതോറിറ്റീവ് ആയിട്ട്, എൻ്റെ ഡിസൈനാണ്, എൻ്റെ പ്രോജക്റ്റ് ആണ് അവിടെ ഇംപ്ലിമെന്റഡ് ആകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസിഷൻ പറയണം. അതിൽ ഞാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അപ്പോൾ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. എല്ലാ അഭിപ്രായങ്ങളും ഞാൻ കേൾക്കും. ആ വീടിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുന്ന ഡിസിഷൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അതിന് കാരണങ്ങൾ ഉണ്ടാകണം. വാട്ട് ആർ ദ പോയിന്റ്സ് വൈ ഐ ചൂസ് ദിസ് എന്നുള്ള ആ പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് വൈ ഹൗ എന്നുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്നത്, എങ്ങനെ അത് സോൾവ് ചെയ്യാം, ഈ 2 ചോദ്യങ്ങൾ എന്തൊരു സംഘർഷം ഉണ്ടാകുമ്പോഴും സ്വന്തമായി ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ വിജയൻ സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മൂന്നാമതൊരാളായി നിന്ന് ആ പ്രശ്നത്തെ കാണാൻ ശ്രമിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രശ്നം ഇപ്പൊ ഞാനും വേറൊരാളും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷമാണെങ്കിൽ, അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ വേറൊരാളുടെ ഒരു മൂന്നാമത്തെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ സാധിക്കുമോ? ഒബ്ജക്റ്റീവായി മാത്രം. അപ്പൊ ഞാൻ പ്രശ്നത്തെ മാത്രമേ അഡ്രസ് ചെയ്യുന്നുള്ളൂ, ആൾക്കാരെ ഞാൻ അതിലേക്ക് അടുപ്പിക്കുന്നില്ല. ആ പ്രശ്നത്തെ മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കും. ഞാൻ ഇമോഷണലി കുറച്ച് വീക്കർ ആയിട്ടുള്ള ആളായതുകൊണ്ട് എപ്പോഴും സാധിക്കാറില്ല. പക്ഷെ ഒരു പരിധി വരെ ശ്രമിച്ചു നോക്കാറുണ്ട് എങ്ങനെ ഒരു തേർഡ് പെർസ്പെക്റ്റീവിൽ ആ കാര്യത്തെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിജയൻ സാറ് മെൻഷൻ ചെയ്തതുപോലെ ട്രാൻസ്പെറൻസി ഭയങ്കര കൂടുതലാണ്. നമുക്ക് ആ പ്രശ്നം മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ പ്രശ്നമായിക്കോട്ടെ, നിന്റെ പ്രശ്നമായിക്കോട്ടെ, മൊത്തത്തിൽ ആ ടീമിലുള്ള പ്രശ്നമായിക്കോട്ടെ, അതൊരു തേർഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ അതിന്റെ ട്രാൻസ്പെറൻസി കൂടുകയും അത് അഡ്രസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ണിമായ പറഞ്ഞത് വളരെ പേഴ്സണൽ ആയിട്ട് ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ വളരെ ഗ്രാഫിക് ആയിട്ട് നല്ല ഒരു എക്സാമ്പിൾ ഫ്രം അവർ ഓൺ പേഴ്സണൽ ലൈഫ് അത് പറഞ്ഞത് ഇവിടെ തന്നെ. അപ്പം എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, സാർ, പൊതുവിൽ ആൾക്കാർ
ഒരു ഫേസ് ചെയ്യുന്ന ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്? അപ്പൊ ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടാവും ഇന്റേണൽ കോൺഫ്ലിക്ട്സിന്റെ? പൊതുവെ ഈ വ്യക്തിബന്ധങ്ങളുടെ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ, ഈ ആളുകളൊരു സാമൂഹ്യ ജീവികൾ എന്നുള്ള നിലയിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ മനസ്സിലെ ചില സ്വഭാവ സവിശേഷതകളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായി. പലപ്പോഴും സംഘർഷങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പൊസസീവ്നെസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയോട് തോന്നുന്ന പൊസസീവ്നെസ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോടുള്ള പൊസസീവ്നെസ് ആകാം, നമ്മൾ ഏർപ്പെടുന്ന ഒരു ജോലിയോടുള്ള പൊസസീവ്നെസ്. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, നമ്മള് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് അതിന്റെ ഒരു വശം. രണ്ടാമത്തേത്, ഇത് നമ്മുടെ മാത്രം സ്വന്തമാണ്, നമ്മുടെ പൂർണ്ണമായ അധികാരത്തിലുള്ള ഒരു സംഗതിയാണ് എന്ന് ചിന്തിക്കുന്നത്. ഈ ആദ്യത്തെ വശം നല്ലതാണ്. കാരണം നമ്മൾ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, അത് ഭംഗിയാക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു, അങ്ങേയറ്റം വരെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നല്ലൊരു കാര്യം. വ്യക്തിബന്ധങ്ങളിലും അത് നല്ലതാണ്. കാരണം ഒരു സംഘടിതമായ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും, അവരെ മാനസികമായിട്ട് സഹായിക്കാനും, അവരെ ജോലിയിൽ സഹായിക്കാനും, അതുവഴി ആ ഒരു പ്രവർത്തനത്തെ പൂർണ്ണതയിൽ എത്തിക്കാനും ആ ഒരു മനോഭാവം. പക്ഷെ രണ്ടാമത്തെ സംഭവം, ഇത് എന്റെ മാത്രം സംഗതിയാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ അധികാരി, എന്റെ പൂർണ്ണമായ അധീശത്വത്തിൽ നിൽക്കണം, മറ്റുള്ളവർ എനിക്ക് വഴിപ്പെട്ട് നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് പലപ്പോഴും കഠിനമായ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇതേപോലെ ചിന്തിക്കുന്ന ആളുകൾ മറുവശത്തുണ്ടാകാം. അവർക്ക് ചിലപ്പോ നമ്മുടെ ഈ ജനാധിപത്യപരമല്ലാത്ത സമീപനം സഹിഷ്ണുതയോടെ അവർ കാണണമെന്ന്, അത് പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് വരാം. അപ്പോ അത് വ്യക്തിബന്ധങ്ങളിലാണെങ്കിൽ പോലും, ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ ചില വശങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ. പക്ഷെ ആ വശങ്ങൾ മാത്രമാകണമെന്നില്ല ഒരു സംഗതിയുടെ വിജയത്തിന് വേണ്ട സമ്പൂർണമായ ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. മറ്റൊരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മളുമായി സഹകരിക്കുന്ന, നമ്മളുമായി ഒത്തുചേർന്ന് പോകുന്ന മറ്റു പല വ്യക്തികളുടെയും ചില നിപുണതകളെങ്കിലും, നമുക്ക് ഇല്ലാത്ത ചില നിപുണതകളെങ്കിലും നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. അത് പ്രയോജനപ്പെടുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ യാതൊരു ഈഗോയും ഇല്ലാതെ അവരെ സ്വീകരിക്കാനും അവരോടൊപ്പം സഹകരിക്കാനും, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം എനിക്കിത് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കിത് അറിയാമല്ലോ, പറഞ്ഞു തരൂ എന്ന് പറയാനുള്ളൊരു മനോഭാവമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ, ഒന്ന് ഈ പൊസസീവ്നെസ്സിനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും, 2 ഈഗോ വെടിഞ്ഞിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ് വലിയ അളവ് സംഘർഷങ്ങൾ ഒഴിവാക്കിയിട്ട് പോകാനായിട്ട് കഴിയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത്, നമ്മൾ 5 സംഘർഷ പരിഹാര മാർഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒന്ന്, അവോയ്ഡിങ് അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചില വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു സമവായത്തിലേക്ക് എത്തില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുക. 2, എഗ്രി. നമ്മൾ ഒരു അഭിപ്രായം പറയുന്നു, മറ്റൊരാൾ മറ്റൊരു അഭിപ്രായം പറയുന്നു, അയാൾ അതിവൈകാരികമായി അയാളുടെ അഭിപ്രായത്തിന് വേണ്ടി വാദിക്കുന്നു, നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ല അത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാവുന്നതാണ്. ഈ വിട്ടുകൊടുക്കൽ പലപ്പോഴും ഒരു പരാജയമല്ല. പലരും വിചാരിക്കുന്ന ഈ വിട്ടുകൊടുക്കൽ ഒരു പരാജയമാണ്. അത് പരാജയമല്ല, മറിച്ച് അടുത്തൊരു വലിയ വിജയത്തിന് വേണ്ട ഒരു വിത്തുപാകലാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിന് വിട്ടുകൊടുത്താൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊരു ചിന്ത വരും. അത് അവര് നമ്മളെ കൂടുതൽ സഹകരിക്കാനും നമ്മളോട് ഒത്തുപോകാനുള്ള സാധ്യത കൂടും. നാളെ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ അഭിപ്രായം അവർ കേൾക്കാൻ സാധ്യത വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അത് സംജാതമാക്കുകയും ചെയ്യും. 3ാമത്തേതാണ് കോംപ്രമൈസ്. സമരസപ്പെട്ടു പോവുക, ഒത്തുതീർപ്പിലെത്തുക. നമ്മുടെ കടുംപിടുത്തങ്ങളിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറും, അവരുടെ കടുംപിടുത്തങ്ങളിൽ അവരും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി പുതിയ ഒരു യോജിപ്പിന്റെ മേഖലയിലേക്ക് എത്തുക. കൊളാബറേറ്റിംഗ് അല്ലെങ്കിൽ സഹകരണമാണ് 4. 2 വ്യത്യസ്ത ആശയങ്ങൾ ഒരേ സമയം രണ്ടും വിജയകരമായി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അതിന് വളരെ അങ്ങേയറ്റത്തെ സർഗാത്മക ചിന്തയും വൈഭവമൊക്കെ വേണം ഈ വ്യത്യസ്തമായ ആശയങ്ങൾ ഒരേ സമയം നടപ്പിലാക്കും. പക്ഷെ അത് അനുഭവം കൊണ്ട് നമുക്കത് എത്തിച്ച് എടുക്കാനായിട്ട് പറ്റും. 5ാമത്തേതാണ് കമ്പീറ്റിംഗ് അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറുവശത്തുള്ള ആളിന് മനസ്സിലാവുന്നില്ല, അദ്ദേഹം പറയുന്നതിനോട് എനിക്കും യോജിക്കാൻ പറ്റും. ഞങ്ങൾ കുറെ നേരം ചർച്ച ചെയ്യും, ഒരു സമവായത്തിൽ എത്തുന്നില്ല.
ഈ ഒരു ഘട്ടത്തിൽ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരം മത്സിക്കുകയും വഴക്കിടുകയും ഒരു വികാരങ്ങൾ വ്രണപ്പെടുന്ന രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി അടുത്ത ഘട്ടം. ആ ഘട്ടം എത്തുന്നതിന് മുൻപേ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ആ ഒരു സംഭാഷണം അവസാനിപ്പിക്കും. നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പൊയ്ക്കോളൂ, ഞാൻ എൻ്റെ രീതിയിൽ. എഗ്രീയിങ് ടു ഡിസഗ്രി, വിയോജിക്കുന്ന കാര്യത്തിൽ യോജിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ നമ്മൾ പെരുമാറേണ്ടി വരാം. എല്ലാ ഘട്ടത്തിലും എല്ലാത്തരം സങ്കേതങ്ങളും വിജയിക്കണമെന്നില്ല. നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിലും ഈ 5 പ്രശ്നപരിഹാര മാർഗങ്ങളിൽ ഏതാണ് ഏറ്റവും ഉചിതമെന്ന് തിരഞ്ഞെടുക്കാനുള്ളൊരു വൈഭവമാണ് ഈ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ സംഘർഷ പരിഹാരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത നിപുണത അല്ലെങ്കിൽ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, സ്കില്ല്, ഹൗ ടു ടാക്കിൾ ദ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് എനിക്ക് ഉണ്ണിമായോട് ചോദിക്കാനുള്ളത്. ഇപ്പം വിജയം, പ്രശസ്തിയൊക്കെ കൊണ്ടുവരുന്ന കനത്ത ഉത്തരവാദിത്തങ്ങൾ ഒരു ഉണ്ണിമായ ഒരു പബ്ലിക്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകും. അപ്പം ഡോക്ടർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ഉണ്ണിമായുടെ ഒരു ഡിസിഷനെ ഓഡിറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ണിമായ ഇപ്പൊ നിൽക്കുന്ന ഒരു സോഷ്യൽ പൊസിഷനിങ്ങില് ഒരു അങ്ങനെ ബാധിക്കുമോ എന്നുള്ളൊരു സ്ട്രെസ് ഒരു ഫാക്ടറാണോ? ഉറപ്പായിട്ടും നേരത്തെ നിൽക്കുന്നത് പോലെയല്ല ഇപ്പൊ നിൽക്കുമ്പോൾ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ സിനിമ ഒരു ഭയങ്കര പവർഫുൾ മീഡിയമാണ്. അത് ഭയങ്കര പവർഫുൾ വിഷ്വൽ മീഡിയമായി നിൽക്കുമ്പോൾ തന്നെ അത് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമം കൂടിയായി മാറുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ സോഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായും ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വ്യക്തി എന്നുള്ള നിലയിലും കാത്തു സൂക്ഷിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. ആ സ്ട്രെസ് ഒരു പ്രിവിലേജ് അല്ലേ? ഐ ഫീൽ ദാറ്റ് സ്ട്രെസ് ഇസ് എ പ്രിവിലേജ്. താങ്ക് യു. ഡോക്ടർ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ പോലെ നമുക്ക് ചോദിക്കാം. ഇപ്പൊ പലപ്പോഴും ഡോക്ടറോടാണ് ഇപ്പൊ ഉണ്ണിമായ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ലോക്ക്ഡൌൺ പോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഈ നമ്മുടെ റിയാക്ഷൻ പലപ്പോഴും ദേഷ്യത്തിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ എത്താറുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യും? എസ്പെഷ്യലി നമ്മുടെ കൺട്രോളിൽ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് അതിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ? ഹലോ, കേട്ടായിരുന്നോ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ലോക്ക്ഡൌൺ പോലെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ ജീവിതം പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരും. മനുഷ്യർക്ക് സാമൂഹിക ജീവി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും സാമൂഹ്യ അകലത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും നമ്മൾ പ്രതീക്ഷിച്ചതേ. പക്ഷെ ഇത്തരത്തിലുള്ള സന്നിഗ്ധാവസ്ഥകളെ, അപ്രതീക്ഷിത സാഹചര്യങ്ങളെ, അപ്രതീക്ഷിത പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ആന്തരികമായിട്ട് ഉള്ള ഒരു ഊർജമാണ് അതില് നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധ്യതയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ശരിക്കും പറഞ്ഞാൽ ഫിലോസഫി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ തത്വചിന്ത എന്ന് പറഞ്ഞൊരു ആശയം വളരെ പ്രസക്തമാകുന്ന ഇവിടെയാണ്. എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ജന്മം കൊണ്ട് നമ്മൾ എന്ത് സഫലമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ദിശയിൽ ചിന്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഇവിടെ കടന്നു. ഇപ്പൊ കേവലമായിട്ടുള്ള ചില നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എന്ത് അവശേഷിപ്പിച്ചിട്ട് പോകാൻ പോകും, എന്ത് അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോകാൻ പോകും, നിങ്ങളുടെ കാലശേഷം അടുത്തൊരു തലമുറ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഹകരിച്ചിരുന്ന ആളുകൾ നിങ്ങളെ എന്തിന്റെ പേരിൽ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിരിക്കാം ജീവിതത്തിന്റെ തത്വചിന്ത അല്ലെങ്കിൽ ഫിലോസഫി. ഈ തത്വചിന്ത വ്യക്തമായി കഴിഞ്ഞാൽ
അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചില വഴികൾ തേടും. ആ വഴികളാണ് ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പോലും ഈ ആന്തരികമായി ഈ ഊർജം നിലനിർത്തിക്കൊണ്ട് അതിൽ ഒരു അർത്ഥം കണ്ടെത്തി ജീവിതത്തിൽ ഓരോ ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഈ ലോക്ക്ഡൌൺ പോലെയുള്ള പ്രതിസന്ധികൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പല ആളുകളും ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പല രീതിയിൽ പ്രതികരിച്ചു. ഈ ലോക്ക്ഡൌൺ സമയത്ത് പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോകവ്യാപകമായി പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 72% മനുഷ്യർക്ക് വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ, ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ വരാമെന്നാണ് പഠനങ്ങൾ. 58% ആളുകൾക്ക് അമിത ദേഷ്യം വരാം, സ്വാഭാവികമാണ്. 20% പേർക്ക് അമിതമായ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ പ്രകടമാകാം. 18% ആളുകൾക്ക് ഭയം, അത് പ്രത്യേകിച്ച് ഈ രോഗവുമായി ബന്ധപ്പെട്ട ഭയമാകാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമാകാം, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. 10% പേർക്ക് കുറ്റബോധം വരാം. നമ്മളുടെ ഈ പ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ. ഇതെല്ലാം വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇത്തരം വികാരങ്ങളെ, ഈ ന്യൂന വികാരങ്ങളെ, ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ മറികടന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. അതിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ശാരീരികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടാനും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കിട്ടാനും പൊതുവായിട്ട് സമൂഹത്തിന് സന്തോഷം കിട്ടാനും നമ്മുടെ കഴിവുകളെ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം, ഇതാണ് നമ്മളിവിടെ ചിന്തിക്കാൻ. പല ആളുകളും ചെയ്ത കുറെ നല്ല കാര്യങ്ങൾ, ഇപ്പൊ വളരെ പഠിക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുറേയധികം കുട്ടികൾ അവര് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അവരിൽ പലരും പാട്ട് പാടുകയും ചിത്രം വരയ്ക്കുകയും മറ്റു പലതരത്തിലുള്ള സർഗാത്മകമായ കഴിവുകളുള്ളവരുമാണ്. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ ചില കലാപരമായിട്ടുള്ള ചില കഴിവുകൾ ഒന്ന് ഉപയോഗപ്പെടുത്തി യൂട്യൂബിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയോ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് എത്തിക്കുക വഴി ഒരു ആത്മപ്രകാശനത്തിന്റെ ഒരു തലം അത് കൊണ്ടുവരുന്നു. മറ്റുള്ളവര് അത് കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാകുന്നു. അവരിങ്ങോട്ടൊരു അംഗീകാരം നൽകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അവനവനും മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രവർത്തന തലത്തിലേക്ക് നമ്മൾ ഈ ലോക്ക്ഡൌണിൽ പോലും പോവുകയാണ്. അവിടെയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമ്മൾ ഉണർത്തിയെടുത്ത് സമൂഹത്തിന്റെ മുൻപിൽ പ്രകാശിപ്പിക്കുന്ന ഒരു ധർമ്മത്തിലേക്കാണ് നമ്മൾ കടന്നത്. ഇതിന് പകരമായിട്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് ആര്, ഈ കോവിഡ് എന്ന് പറയുന്ന പ്രതിസന്ധി ആരുണ്ടാക്കിയെന്ന് വേണമെങ്കിൽ വീട്ടിൽ രണ്ടുപേർക്ക് തമ്മിൽ ചർച്ച ചെയ്ത് ഒരു വഴക്കിലേക്ക് എത്താം. അതിന്റെ ഉത്തരം അവിടെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളതാണ് സത്യം. ഈ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള തർക്കങ്ങളിലേക്ക് പോകാതെ ആരോഗ്യകരമായ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ വഴി അല്ലെങ്കിൽ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ വഴി ഒരു ആത്മപ്രകാശനം നടത്തുകയും അതുവഴി ജീവിതം അർത്ഥപൂർണമാക്കുകയും ചെയ്യാന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ തലത്തിൽ ഇത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞ മാർഗം തന്നെ സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് പോകാനായിട്ട് ഈ ലോക്ക്ഡൌൺ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കുട്ടികളെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റാനായിട്ട് ഈ ലോക്ക്ഡൌൺ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക പ്രസക്തി കൂടെ ഉള്ള ചില ഇടപെടലുകൾ, അതുവഴി നമുക്കും സന്തോഷം കിട്ടുന്ന ആ ഇടപെടലുകൾ വഴി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കാനും പറ്റും. അതുവഴി നല്ല സന്തോഷം ലഭിക്കാനുള്ള ഒരു സാഹചര്യവും. താങ്ക് യു ഡോക്ടർ. ഇത് നമ്മളിപ്പോ ഇതിന്റെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് പേഴ്സണൽ ഇവിടെ നമ്മൾ കടന്നുപോയി. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ്, ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. ഞാൻ തിരിച്ച് സേഫിലേക്ക് വരികയാണ്. സേഫ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനിലും സൂമിലും ഫേസ്ബുക്കിലുമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ പാനലിസ്റ്റുകളോട് ചോദിക്കാം. സേഫ്. താങ്ക് യു ആനന്ദ്. പിന്നെ നമ്മള് ഇപ്പോ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൂമിൽ ഏകദേശം 100ഓളം ആൾക്കാർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പല പേജുകളിലായിട്ട് ഇത് ഷെയർ ചെയ്ത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല ചോദ്യങ്ങളും കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇവിടെ സൂമിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ എടുക്കാൻ സമയം ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എടുക്കാൻ തോന്നുന്നു. നമുക്ക് ഉണ്ണിമായ മാഡത്തിനോടാണ് ആദ്യത്തെ ചോദ്യം ഉള്ളത്. അപ്പൊ ഞങ്ങള് അതിനു മുമ്പ് കടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ടോക്കുള്ള കാരണം ഇപ്പൊ എന്റെ വൈഫ് വീട്ടിലെത്തിയപ്പോ ചോദിച്ചു ഇപ്രാവശ്യം ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഉണ്ണിമായ പ്രസാദ് എന്ന് പറയുന്ന നമ്മള് 5ാം പാതിരയിലൊക്കെ കണ്ട ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഏതാ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. അപ്പൊ
എന്റെ വൈഫ് പറഞ്ഞു പറ്റിയ ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു മഹേഷിന്റെ പ്രതികാരത്തില് ഉണ്ടാക്കിയത് പറഞ്ഞ ഈ കഥാപാത്രമാണെന്ന് പറഞ്ഞു. അത് എന്റെ ഇടയിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ എനിക്കൊന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു ചോദ്യം എലിസബത്ത് മാത്യു ഉണ്ടോ? എലിസബത്ത് മാത്യു സൂമിലുണ്ടോ? കാരണം അവരാണ് ഒരു ചോദ്യം അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം അവരായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു. അവരൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാം. എലിസബത്ത് മാത്യു ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. എന്റെ ക്വസ്റ്റ്യൻ ഉണ്ണിമായ മാഡത്തിനോടാണ്. താങ്കൾ ചലച്ചിത്ര മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ കുറഞ്ഞ കാലയളവിലും. പക്ഷെ നിങ്ങൾ പരിശീലനം നേടിയതാകട്ടെ വേറൊരു മറ്റൊരു മേഖലയാണ്. ഈ ഒരു പുതിയ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്കിൽസ് കൂടുതൽ ആവശ്യമായിട്ടുണ്ട്. ഈ കഴിവ് എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? ഓക്കെ, അത് നല്ല ചോദ്യമാണ് കേട്ടോ. അതൊരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി അതൊരു റിക്വയർമെന്റ് ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടത്തോട് ഒരു ഡ്രീമിനെ ഫോളോ ചെയ്യുന്നതിലുള്ള ഒരു റിക്വയർമെന്റ് ആണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കിടെക്ചറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത് സിനിമയാകുമ്പോൾ ഞാൻ ഒത്തിരി ഡ്രീം ചെയ്തിട്ട് ഒരുപാട് സ്വപ്നം കണ്ടെത്തിയ ഒരു മേഖലയാണ്. അതിന്റെ ക്യൂരിയോസിറ്റി ഇന്നും തീർന്നിട്ടില്ല. അങ്ങനെ തീരുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ ഭയങ്കര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനകത്ത്. എന്താ പറയാ, ഞാൻ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉള്ള ഭയങ്കര തിരക്കുള്ള ഒരു ആർക്കിടെക്റ്റ് അല്ല ഞാൻ. വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം സിനിമകൾ എടുക്കുന്ന ഒരു നടിയാണ്. ഒരുപാട് തിരക്കുള്ള ഒരു നടിയല്ല ഞാൻ. ഒരുപാട് തിരക്കുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും അല്ല ഞാൻ. വളരെ കുറച്ച് എനിക്ക് പേഴ്സണലി അത്ര അടുത്ത് അറിയാവുന്ന മികച്ച 2-3 ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ദിലീഷ് പോത്തന്റെയും മധു സി നാരായണന്റെയും ഷൈജു ഖാലിദിന്റെയും ആഷിഖ് അബുവിന്റെയും കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു നടിയോ ആർക്കിടെക്റ്റോ അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ല. അപ്പൊ എനിക്കിത് ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ കടന്നു പോകാനായിട്ട് എനിക്ക് എളുപ്പമുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇത് ഫിസിക്കലി രണ്ടും ഔട്ട്പുട്ട് വരുമ്പോൾ രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡ് ആണ് എന്ന് തോന്നുമെങ്കിലും ലൈക്ക് ആർക്കിടെക്ചറും സിനിമയും ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രോസസ്സിന് ഭയങ്കര അധികം സിമിലാരിറ്റികളും ഉണ്ട്. നമ്മളൊരു ഡിസൈൻ വീടാകുന്നതും ഒരു കഥ ചെയ്തിട്ട് ആ ഒരു കഥ സിനിമയാകുന്നതും അധികം സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യാം. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ തൊണ്ണി മുതലും ദൃക്സാക്ഷിയും എന്നുള്ള സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വലിയ റിക്വയർമെന്റ് ആയിരുന്നു അതിലൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വയർമെന്റുകൾ ആർക്കിടെക്ട് എന്നുള്ള നിലയിൽ സാധാരണ കേൾക്കുന്നത് 3 BHK 4 BHK ബെഡ്റൂം മറ്റു സാധനം എന്നുള്ളതിൽ നിന്ന് എന്റെ റിക്വയർമെന്റ് ആവശ്യങ്ങൾ മാറിയിട്ട് കണ്ടാൽ അത് നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ ഇരിക്കണം. റിക്വയർമെന്റുകൾ വരുന്നത് ഡയറക്ടറുടെ നിന്നും സിനിമാറ്റോഗ്രാഫറുടെ നിന്നും റൈറ്ററുടെ നിന്നും ആകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സീനുകൾക്ക് ആവശ്യമായി ഇന്ന സാധനങ്ങൾ എനിക്ക് വേണം എന്നുള്ള സീനിന്റെ റിക്വയർമെന്റ് ആണ് എൻ്റെ ആവശ്യമായി അവിടെ മാറുന്നത്. അതുപോലെ തന്നെ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റുകൾ രാജീവ് രവിയും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഈ റിക്വയർമെന്റുകൾ വെച്ചിട്ട് ആ പോലീസ് സ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും ചാലഞ്ചിങ്ങും ആയിട്ടുള്ള കാര്യമായി തോന്നി. അതിലെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐ ഡിഡ് സം കേസ് സ്റ്റഡീസ് വിത്ത് പോലീസ് സ്റ്റേഷൻസ് ഇൻ കേരള. അങ്ങനെ ആ പോലീസ് തൊണ്ടി മുതലില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ പല സീനുകൾക്കും പുറകിൽ നിങ്ങൾക്ക് ഉത്സവം നടക്കുന്നത് കാണാൻ പറ്റും ജനാലയുടെ ഉള്ളിൽ കൂടെ. അല്ലെങ്കിൽ ഒരാളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അയാൾ പാസ് ചെയ്യേണ്ട വഴി എന്താണ് ആ സീനിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള ഇംപ്ലിമെന്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഞാൻ ആർക്കിടെക്ട് എന്നുള്ള നിലയിൽ എനിക്ക് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടർന്ന് എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ
എൻ്റെ ആർക്കിടെക്ചർ സ്കിൽ എനിക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഓൺ എ ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് റിക്വയർമെന്റ്സ് which is quite impressive to know the requirements, to get the requirements. Okay. Thank you. നമുക്ക് അടുത്തൊരു ചോദ്യം അരുൺ സാറിനോടാണ്. നിരുപം സാജ് ഉണ്ടോ? നിരുപം സാജ് ചോദിച്ചോളൂ. സാർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിരുപം സായി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC സ്റ്റുഡന്റ് ആണ്. അപ്പം എന്റെ ചോദ്യം ഡോക്ടർ അരുൺ സാറിനോടാണ്. ഒരു പക്ഷെ ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ വ്യത്യസ്ത മേഖലകളിൽ അനുഭവപ്പെടുന്ന ദേഷ്യം, നിരാശ, അതൊക്കെ നമ്മ കുടുംബത്തോടാണ് കൂടുതലും കാണിക്കുന്നത്. ഇത് തടയാനും നിയന്ത്രിക്കാനും സാറിന് നിർദ്ദേശിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വളരെ വളരെ നല്ല ചോദ്യം. സത്യമാണ്. കാരണം നമുക്ക് ആർക്ക് ദേഷ്യം വന്നാലും വളരെ പ്രിയപ്പെട്ട നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. എപ്പോഴും ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം വീട്ടിലാണ് ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്, വെളിയിൽ പോയി പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് പ്രശ്നമാവില്ലേ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്കൊരു സങ്കടം ഉണ്ടാവുന്നു, അവർക്കൊരു വിഷമം ഉണ്ടാവുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പോഴും അവിടെ നമുക്ക് ചെയ്യാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പെരുമാറ്റത്തിന്റെ രീതി, അതിന്റെ പാറ്റേൺ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം, ഒരു ആങ്കർ ഡയറി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് ഡയറി എന്ന് പറഞ്ഞൊരു സംഗതി, ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യും. ഡയറി എഴുതാനായിട്ട് പലരും പറഞ്ഞു കാണും നിങ്ങളോട്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം ചെറുതായിട്ടെങ്കിലും നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കിയ, ദേഷ്യമുണ്ടാക്കിയ സംഭവങ്ങൾ നമ്മളൊന്ന് എഴുതുക. എഴുതുമ്പോൾ വെറുതെ ഒരു വരിയിലങ്ങ് എഴുതിയാൽ പോരാ. ഞാൻ ഇന്ന് അമ്മയോട് ദേഷ്യപ്പെട്ടു എന്നങ്ങ് എഴുതിയാൽ പോരാ. അമ്മ എന്ത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ദേഷ്യം വന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ദേഷ്യം വന്നത്, ദേഷ്യം വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ പറഞ്ഞു, പറഞ്ഞ വാക്കുകൾ അത് വളരെ അസഹനീയമായ വാക്കുകളാണെങ്കിലും സാരമില്ല, വാക്കുകൾ സഹിതം ആ ഡയറിയിൽ എഴുതി വെക്കണം. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കാണിക്കുന്നത് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒടുവിൽ എന്ത് തോന്നി, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു, ഇങ്ങനെ നമ്മൾ എഴുതാം. ഇപ്പൊ ഒരു ദിവസം 5 പ്രാവശ്യം നമ്മൾ ദേഷ്യപ്പെട്ടു വീട്ടുകാരും, 5 സംഭവങ്ങളും 1, 2, 3, 4, 5 ഇതുപോലെ വിശദമായിട്ട് എഴുതാം. ഒരു സംഭവം എഴുതിയിട്ട് 2 വരി ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ സംഭവം എഴുതുക. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ ഓരോ സംഭവമായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വേറെ ആരോ ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നുള്ള മട്ടിൽ വേണം വായിക്കാൻ. ഇത് നമ്മൾ ചെയ്തൊരു കാര്യമായിട്ട് വായിക്കരുത്. യു ഹാവ് ടു റീഡ് ഇറ്റ് ആസ് എൻ ഇംപാർഷ്യൽ സ്പെക്ടേറ്റർ എന്ന് പറയും. നമ്മളൊരു നിഷ്പക്ഷനായ ഒരു നിരീക്ഷകനെ പോലെ മറ്റാരോ ചെയ്തൊരു പ്രവൃത്തി നമ്മൾ വായിക്കുന്ന പോലെ വായിക്കും. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ച പ്രകടനം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ, അത് കേട്ട ആളിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 ലൈൻ ഗ്യാപ്പ് വിടണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ യൂസ്ഫുൾ എന്ന് എഴുതാം. അതിന്റെ അർത്ഥം നമ്മൾ ഇനി നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആവർത്തിച്ചു വന്നാൽ നമുക്ക് അവിടെ ദേഷ്യപ്പെടാം. ചില സിറ്റുവേഷൻസിൽ ദേഷ്യപ്പെടേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ നമ്മുടെ ബാഗ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. നമ്മളിങ്ങനെ സാത്വികനായിട്ട് നിന്നിട്ട് കാര്യമല്ല, നമ്മൾ ദേഷ്യപ്പെടണം, അയാളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് തിരിച്ചു പിടിച്ചു വാങ്ങാൻ ശ്രമിക്കണം, അത് ആവശ്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ക്ലാസ്മേറ്റ് നമ്മുടെ പുറകിൽ വന്ന് നമ്മുടെ ചെവിയിൽ വളരെ പതുക്കെ നമ്മുടെ ഒരു ഇരട്ടപ്പേര് വിളിച്ചിട്ടുണ്ട്. അയാളുടെ ഉദ്ദേശം നമ്മളെ ഒന്ന് ദേഷ്യപ്പെടുത്തുക, നമ്മൾ പൊട്ടിത്തെറിച്ച് കാണണം, അതാണ് അയാളുടെ ലക്ഷ്യം. നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ നാട്ടുകാരെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ ചീത്ത വിളിക്കുന്ന ആൾക്കാണ്. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നമ്മളും മോശക്കാരനാവും. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ ദേഷ്യ പ്രകടനം യൂസ്ലെസ്, ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്ന ആളിന് മാത്രമേ പ്രയോജനം. അപ്പൊ ഇങ്ങനെ ഓരോ ഇൻസിഡന്റും വായിച്ചിട്ട് ആ ദേഷ്യം യൂസ്ഫുൾ ആയിരുന്നോ യൂസ്ലെസ് ആയിരുന്നോ നമ്മൾ തന്നെ എഴുതാം. 90% സിറ്റുവേഷൻസിലും യൂസ്ലെസ് ആയിരിക്കും. യൂസ്ലെസ് എന്നാണ് നമ്മൾ എഴുതുന്നെങ്കിൽ തൊട്ടടുത്ത ലൈനിൽ ആ സാഹചര്യത്തിൽ ദേഷ്യപ്പെടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ദേഷ്യപ്പെടുന്നതിന് പകരം വേറെന്തെങ്കിലും ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് ആ സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എഴുതാം. ഉദാഹരണത്തിന് ഒരാൾ നമ്മുടെ ഇരട്ടപ്പേര് വിളിച്ചിട്ട് പോയി, ആ സിറ്റുവേഷനിൽ ദേഷ്യപ്പെടുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ
മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി അയാളെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ അയാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല, അയാളുടെ ഭാഗത്തെ നോക്കുന്നില്ല, നമ്മൾ മറ്റു കൂട്ടുകാരുടെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടൊക്കെ നിൽക്കുക. അപ്പൊ നമ്മളെ ഇങ്ങനെ ചൊറിയാൻ വന്ന മനുഷ്യൻ അയ്യടാ നായിപ്പോ, ഞാൻ ഇത്ര പാടുപെട്ട് അവനെ ഒന്ന് കളിയാക്കി, അവനെ കുറ്റം പറഞ്ഞു നോക്കി, അവനെ ഇരട്ടപ്പേര് വിളിച്ചു നോക്കി, എന്നിട്ട് പോലും അവന് ഒട്ടും വിഷമം വരുന്നില്ല എന്ന് മാത്രമല്ല, അത് ആ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടി നമ്മളെ ശല്യം ചെയ്യാനുള്ള ശ്രമമായത് അവസാനം. ഇങ്ങനെ ഒരു ഡയറി ഒരു 3 മാസം നമ്മൾ വെക്കുക. ഓരോ ദിവസവും നടന്ന സംഭവങ്ങൾ ഇതുപോലെ ഓരോ രാത്രിയിൽ എഴുതി, യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്ന് എഴുതുക. യൂസ്ലെസ് ആണെങ്കിൽ പകരം എന്ത് ചെയ്യണമെന്ന് കൂടെ എഴുതി വെക്കുക. ഏകദേശം ഈ 3 മാസം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എപ്പോഴൊക്കെയാണ് വിഷമം വരുന്നത്, എപ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത്, അന്നേരം നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവ്. പിന്നെ ദേഷ്യമോ വിഷമോ വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് നമുക്ക് നമ്മുടെ സ്വഭാവം മാറും, നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറാൻ തുടങ്ങും, വീട്ടുകാർക്ക് സന്തോഷമാവും. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് വളരെ നല്ല പ്രകടനം. താങ്ക് യു. താങ്ക് യു സർ. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് തന്നത്. അപ്പൊ ഞാനിപ്പോ ഈ സാധനം സാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വൈഫ് ബാക്കിൽ നിന്ന് ചോദിക്കുന്നത് എല്ലാം കേൾക്കുന്നില്ലേ എന്ന്. ഈ ദേഷ്യമൊക്കെ ഇവിടെ തീർക്കുമ്പോ ഇതൊക്കെ ഒന്ന് കേട്ടോ എന്നാ പറയുന്നത്. അപ്പോ നമ്മള് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് രാജീവൻ ഉണ്ടോ? കണ്ണൂരിൽ നിന്ന് രാജീവൻ. ഓക്കെ, അദ്ദേഹത്തെ സൂമിൽ കാണുന്നില്ല, പക്ഷെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു അത് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഉണ്ണിമായ മാഡത്തിനോടാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഈ ട്രോളുകളെ പറ്റിയിട്ടാണ്. അപ്പൊ ട്രോളുകളുടെ ഒരു സമയവും ഒരു കാലവും ഒക്കെ ആണല്ലോ ഇത്. അപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മുഖാമുഖം നിന്ന് സംസാരിക്കാം, തർക്കിക്കാം, സംവദിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോ ട്രോളുകളുടെ ഒരു കാലമാണ്, ഇന്റർനെറ്റിന്റെ ഒരു ലോകമാണ്. ഇപ്പൊ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഇഷ്ടംപോലെ ട്രോളുകൾ വന്ന് കിട്ടിയിട്ടും ഉണ്ടാവും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പിന്നെ ഒരു സ്ട്രാറ്റജി എന്താണ് എടുക്കാറ് അത്തരം സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഭീകര സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ട്രോളുകളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രോളുകളെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രോളുകൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും തമാശക്കൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ ട്രോളുകൾ കണ്ടിട്ടുള്ളൂ, എന്നെ വെച്ചിട്ടുള്ള ട്രോളുകൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ വളരെ അടുത്ത് സൈബർ ബുള്ളിങ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വളരെ അടുത്ത് കാണേണ്ടി വന്നിട്ടുണ്ട്, സൗഹൃദത്തിലുണ്ട്, സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ എന്നെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളുടെ ഈ കളിയാക്കലും ഇൻസൾട്ടിന്റെയും ഇടയ്ക്ക് ഒരു ചെറിയ ലൈനേ ഉള്ളൂ. ആ കളിയാക്കലും അത് വേദനയാകും, അത് ഹേർട്ട് ചെയ്യും ആൾക്കാരെ. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഭീതി എനിക്കുണ്ട് എന്നാണ് അത് ഹേർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധയോടെ ആൾക്കാരെ സോഷ്യൽ മീഡിയയെ കാണണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ എനിക്ക് ഈ അവസരത്തിലുണ്ട്. ഒരു കാരണവശാലും ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നതോ തെറി വിളിക്കുന്നതോ ആയിട്ടുള്ള ട്രോളുകൾ ഒഴിവാക്കുക. പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ, ട്രോളുകൾ വെച്ചിട്ട് ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സോ വൈ ഡോണ്ട് വി ഡു. അത്രേ എനിക്ക് ട്രോളിനെ കുറിച്ച് പറയാനുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ചില ട്രോളുകളോ ചില ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഒന്നും നമുക്ക് ഒരിക്കൽ വിട്ടുപോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അത് അയാൾ എത്ര ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് തന്നത്. പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥന അത്രയില്ല. അല്ല, അത് ചോദ്യമായിരുന്നു ഒരാളുടെ. പ്രാർത്ഥന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഉണ്ടോ? ഓക്കെ ചോദിക്കാം. ഗുഡ് ഈവനിങ് സർ, എൻ്റെ പേര് പ്രാർത്ഥന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ CHSS ചട്ടഞ്ചാലിൽ നിന്നാണ്. എൻ്റെ ക്വസ്റ്റ്യൻ അരുൺ സാറിനോടാണ്. സർ, വെള്ളപ്പൊക്കം, മഹാമാരി തുടങ്ങിയ വിപത്തുകൾക്ക് നടുവിൽ സംഘർഷങ്ങളുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് എങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടും പോസിറ്റീവായി മുന്നോട്ട് പോകാനാകും? നല്ല ചോദ്യം.
അപ്പൊ ഇത് സംഘർഷങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സംഘർഷങ്ങൾ ഒഴിയുന്ന നമ്മുടെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി മാത്രമാണ്. അതുവരെ ഓരോ ദിവസവും ഓരോ പുതിയ സംഘർഷങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞൊരു വാക്ക് മോള് പറഞ്ഞു, വളരെ മനോഹരമായൊരു വാക്കാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്, അല്ലെ? ഹോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെയുണ്ട്, മോൾക്ക് അറിയാമല്ലോ അല്ലേ? അതും അറിയാം. സേഫ് ഒക്കെ ചേർന്ന് ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഹോപ്പ്. അപ്പൊ ഇവിടെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്തെങ്കിലും നമുക്ക് നല്ലത് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. അഥവാ ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിൽ പോലും നാളെ എങ്ങനെ ആയിരിക്കില്ല, ചില നല്ലതൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് നല്ലൊരു ദിവസമായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു റിപ്പീറ്റ് എങ്കിലും ആയിരിക്കണം നാളെ. കുറച്ചുകൂടെ സന്തോഷം, കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അത്യാഗ്രഹം ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മള് മനുഷ്യരെന്നുള്ള നിലയിൽ, ഇപ്പൊ ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പലപ്പോഴും സെല്ലിംഗ് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ വിൽക്കുന്ന ജോലിയാണ്. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയോട് പോലും ചില നല്ലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇനിയും നല്ലത് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച് വളരെ മോശമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ മോശമായിട്ട് അവരുടെ ജീവൻ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അവിടെ പോലും അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സംഗതി ഏതെങ്കിലും രൂപത്തിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരോട് ഇടപെടേണ്ടത്. അപ്പൊ ഇത് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത് തന്നെ സ്നേഹം സ്വീകരിക്കാനും സ്നേഹം കൊടുക്കാനുമുള്ളൊരു കഴിവാണ്. ആർട്ട് ഓഫ് ഗിവിങ് ആൻഡ് റിസീവിങ് ലവ് എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതിൽ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടപെടുന്ന ഓരോ മനുഷ്യനും ഒരു പ്രതീക്ഷ കൊടുക്കുക, ജീവിക്കാൻ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു പോകും. കാരണം നമ്മൾ ഒരുപാട് തിരക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ 100 കൂട്ടം തിരക്കുകളിലും പ്രയാസങ്ങളിലും ഇരിക്കുമ്പോഴായിരിക്കും അയാൾ ആ കാര്യം ചോദിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മൾ അയാളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു പോകും. ഇതൊക്കെ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ശാക്തീകരിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു ചെറിയ തരി സന്തോഷമെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ അവനെ കാണിച്ചു കൊടുത്തു, കോപ്പി അടിക്കാനായിട്ട് അനുമതി കൊടുത്തു, മറ്റു പല രീതികളിൽ അവൻ ആവശ്യം വന്നപ്പോഴൊക്കെ സഹായിച്ചു. പക്ഷെ എനിക്ക് ആവശ്യം വന്നൊരു സമയം വന്നപ്പോഴത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഈ ജീവിതത്തിന്റെ ഒരു അവസ്ഥ വളരെ സൈക്ലിക്കലാണ്, ചാക്രികമാണ്. പലപ്പോഴും നമ്മൾ തീവ്രമായിട്ട് സഹായിക്കുന്ന പല ആളുകൾക്കും ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റണമെന്നില്ല. കാരണം നമുക്ക് സഹായം ആവശ്യം വരുന്ന സമയത്ത് അവൻ അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കും കിടക്കുന്നത്. അവന് ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ പോലും ആകണം. അപ്പൊ നമുക്ക് ഭയങ്കര നിരാശ നമുക്ക് വരും. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചു നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ സഹായിക്കുന്ന ആളിന് നമ്മളെ തിരിച്ച് സഹായിക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ഏതോ ഒരു വ്യക്തി നമുക്ക് ആ സമയത്ത് നമ്മൾ അറിയാതെ നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥ വരും. അതെങ്ങനെയാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സഹായിച്ചൊരു വ്യക്തി മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടാകും, അയാൾ വേറൊരാളെ സഹായിച്ചിട്ടുണ്ടാകും. എവിടെയൊക്കെയോ ആ ചക്രത്തിന്റെ അറ്റത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും, അയാൾ നമ്മളെയും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ അവന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവന്റെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് അവനെ സഹായിക്കാൻ പറ്റുന്നു, അതിനുള്ളൊരു സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അല്ലാതെ അവൻ തിരിച്ചിങ്ങോട്ട് പറയുന്ന നന്ദി വാക്കല്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം കാണില്ല. ഒരുപക്ഷെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്നവർ കരുതുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടാവും. അതൊന്നും സാരമില്ല. പക്ഷെ നമുക്ക് ഇനിയും ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം.
കാരണം നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കരുത്തുണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ നമുക്ക് പരമാവധി ആളുകളെ സഹായിക്കാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്തുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ഓരോ ദിവസവും ചെറിയ തോതിലെങ്കിലും, ചെറിയ തോതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്താണ് നിനക്ക് പ്രയാസം, ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലും ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്, ഒരു ദയയുടെയും അനുകമ്പയുടെയും വലിയ ഒരു പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങും. ഈ സന്തോഷത്തോടുള്ള ചിരിയും പലതരത്തിലുള്ള ചിരികളുണ്ട്, 18 വ്യത്യസ്ത തരം ചിരികളുണ്ട്. ഉച്ചച്ചിരി, വിടലച്ചിരി, പലതരത്തിലുള്ള ചിരികളുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിരിയുണ്ടല്ലോ, അതെപ്പോഴാ വരുന്നത്? നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടായി, അനുഗ്രഹം ഉണ്ടായി എങ്കിൽ അയാളുടെ ഹൃദയത്തിൽ നിന്നൊരു ചിരി വരും നമ്മളെ കാണും. ആ ചിരിയാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യം. ഈ ഒരു കാര്യം മാത്രം, ഒരു വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോ ഞങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ അത് പതുക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ പതുക്കെ പഠിച്ചത് നടപ്പിലാക്കാൻ ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് തുടങ്ങിയതേ ഉള്ളൂ, പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ കഠിനമായ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ ഇപ്പൊ നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ നേരത്തെ തുടങ്ങുക. അപ്പൊ നിങ്ങളുടെ ചുറ്റും വളരെ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതുവഴി നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും. ഏറ്റവും പ്രധാനം, യു വിൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഹ്യൂമൻ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ജീവിതം ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതായി മാറും. താങ്ക് യു സോ മച്ച് സർ. വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു മെസ്സേജാണ് നമുക്ക് തന്നത്. ഇതിന്റെ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇതൊരു മിക്സ്ഡ് ഓഡിയൻസ് ആണ്. അപ്പൊ ഇതില് വളരെ കൂടുതൽ കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന സർ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ സ്വായത്തമാക്കി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരുപാട് കുട്ടികളും ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയൊരു മെസ്സേജാണ്. ഈ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ കമന്റ് വരുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ വാട്സപ്പിലേക്ക് ആക്കി തരുന്നുണ്ട്. പക്ഷെ നമ്മൾ 8:15 വരെ ആയിരുന്നു നമ്മുടെ സമയം. അപ്പൊ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പക്ഷെ സർ, പിന്നെ അരുൺ സാറിനോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എന്തായാലും ചോദിക്കണമെന്ന്. കാരണം ഇപ്പോ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ അടുത്ത് ഒരു ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു. അത് നിർഭാഗ്യവശാൽ നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു കാര്യം, കുറെ കുട്ടികൾ, ഒരു 66ഓളം കുട്ടികൾ മരണപ്പെടുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഈ കോവിഡ് സമയത്ത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. റാണി എം ജോസഫ് ഉണ്ടോ? റാണി പോസ്റ്റ് ചെയ്ത ആ ചോദ്യം ഒന്ന് ചോദിക്കാവോ? സാറിനോടാണെന്ന് തോന്നുന്നു. അരുൺ സാറിനോടാണ് എന്റെ ചോദ്യം. കേൾക്കാമോ സാർ? തീർച്ചയായിട്ടും കേൾക്കാം, പറഞ്ഞു. ഞാനൊരു ടീച്ചറാണ്, സെന്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളരിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അധ്യാപകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ക്ലാസ്സുകളിൽ തന്നെയാണെങ്കിലും കുട്ടികളോട് ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആ കുട്ടിയോട് പോയി സംസാരിച്ചിട്ടേ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. കാരണം ഞങ്ങളൊരു സംഘർഷത്തിലാണ്. കാരണം ഇപ്പോൾ കുട്ടികൾ ഒരുപാട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഭാഗത്തു നിന്നാണോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണോ? എന്താണ് അതിനൊരു കാരണം? കുറെ കുട്ടികൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ സാർ. വളരെ വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ പൊതുവെ പറയാറുണ്ട്, എല്ലാ സങ്കീർണമായ ചോദ്യങ്ങൾക്കും വളരെ ലളിതമായ, ഋജുവായ, തെറ്റായ ഉത്തരങ്ങളുണ്ട്. ഫോർ എവറി കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ദർ ആർ ആൻസേഴ്സ് വിച്ച് ആർ സ്ട്രെയിറ്റ്, സിമ്പിൾ ആൻഡ് റോങ് എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ഘടകം മാത്രമല്ല ഇതിന്റെ പുറകിൽ. ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ പുറകിൽ. ഒന്ന്, നമ്മളുടെ കുടുംബ വ്യവസ്ഥിതിയിൽ വന്നൊരു മാറ്റമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വന്നപ്പോൾ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരാജയപ്പെടാനുള്ള അവസരങ്ങൾ കുറയുന്നു. ഇപ്പൊ ഒരു കളിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കളിയിൽ തോക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവമാണ്. അത്തരത്തിലുള്ള സാധ്യതകൾ അണുകുടുംബത്തിൽ കുറയുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിജീവന ശേഷി അല്ലെങ്കിൽ റെസിലിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞൊരു സംഭവം അത് കുറഞ്ഞു വരുന്നു, ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ വിജയത്തെ നിർവചിക്കുന്ന ഒരു രീതി. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങണം, മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കണം, സ്വാർത്ഥനായിരിക്കണം, പഠനത്തിന്റെ കാര്യത്തിലെങ്കിലും നിശ്ചയമായിട്ടും സ്വാർത്ഥനായിരിക്കണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് വിജയത്തെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഭൗതികമായ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ സമൂഹത്തിലെ പദവിയുടെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ കുട്ടികളുടെ മുന്നിൽ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു മത്സര ബുദ്ധി കടന്നു വരികയാണ്. ഈ മത്സര ബുദ്ധി എന്ന് പറയുമ്പോൾ മറ്റൊരാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അധീശത്വം സ്ഥാപിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടികൾ വരികയാണ്. അപ്പോ പലപ്പോഴും മറ്റൊരു പ്രധാന പ്രശ്നം കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു ശീലമാണ്. മാതാപിതാക്കൾ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ തമ്മിൽ താരതമ്യം ചെയ്യും, അധ്യാപകർ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യും. ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു കൗമാരത്തിന്റെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾ തന്നെ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. ഞാൻ മോശക്കാരനാണ്, എനിക്ക് അവനെ പോലെ പറ്റുന്നില്ല, അവളെ പോലെ പറ്റുന്നില്ല. ഈ ഒരു സ്വയം താരതമ്യം ചെയ്യലിലേക്ക് കുട്ടികൾ എത്തിക്കഴിയുമ്പോഴാണ് അവർക്ക് വളരെ കടുത്ത നിരാശയും ഓരോ ചെറിയ കാര്യം പോലും ഒരു പരാജയത്തിന്റെ ലക്ഷണമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യും. ഒരുപാട് കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്, വിഷാദ രോഗമെന്ന അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. വിഷാദ രോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണാവസ്ഥയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഇപ്പൊ വിഷാദം ഉള്ള കുട്ടികളെ കൃത്യമായിട്ട് കണ്ടെത്തി ചികിത്സിക്കണം. പക്ഷെ ഇവിടെ ചികിത്സയേക്കാൾ കൂടുതൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ചില നടപടികളാണ് വേണ്ടത്. അധ്യാപകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ചുരുക്കി 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്നൊരു സംഗതിയുണ്ട്. അധ്യാപകർ മാത്രമല്ല, എല്ലാ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു കുട്ടി, നമ്മുടെ അയൽപക്കത്തുള്ളൊരു കുട്ടി, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, ഇവർക്ക് ആർക്കെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം വന്നാൽ നമ്മളൊരു മനോരോഗ വിദഗ്ധനോ മനഃശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ചില ഇടപെടലുകളാണ് ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ. 5 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഒരു കുട്ടി, നമ്മുടെ വീട്ടിലുള്ള കുട്ടിയായാലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയായാലും അവന്റെ ഭാവത്തിൽ ഒരു മാറ്റം കാണുന്നു. പഴയതുപോലെ അവൻ അത്ര ഉന്മേഷവാനല്ല, കുറച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു, കുറച്ച് ടെൻഷനിലാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അവനെ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി സ്വകാര്യതയിൽ എന്താണ് അവന്റെ പ്രയാസമെന്ന് അങ്ങോട്ട് ചോദിക്കുക. പ്രത്യേകിച്ച് ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾ ഇങ്ങോട്ട് വന്നവരുടെ പ്രയാസം പറയില്ല. കാരണം നമ്മൾ അവരെ കളിയാക്കും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിനെ നിസാരമായി തള്ളിക്കളയും എന്നൊക്കെ അവർ കരുതും. അതുകൊണ്ട് അങ്ങോട്ട് സമീപിക്കണം. വി ഷുഡ് അപ്രോച്ച്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, അവന് പറയാനുള്ള കാര്യം പൂർണ്ണമായിട്ടും അവനെ മൂല്യനിർണ്ണയം നടത്താതെ, അവൻ പറയുന്ന കാര്യങ്ങളുടെ ശരിയും തെറ്റും ഒന്നും അവനെ ഗുണദോഷിക്കാൻ നിൽക്കാതെ ക്ഷമയോടെ ഒടുവിൽ വരെ, അവസാനം വരെ കേൾക്കുക. ലിസൺ നോൺ ജഡ്ജ്മെന്റലി എന്ന് പറയും. ഒരുപക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ദഹിക്കുന്ന കാര്യമായിരിക്കില്ല. അവനൊരു പ്രണയബന്ധത്തിന്റെ പ്രശ്നമായിരിക്കാം പറയാൻ പോകും, ലഹരി ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നമായിരിക്കാം അവൻ പറയാൻ പോകും, എന്തെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തു എന്നതായിരിക്കാം പറയാൻ പോകും. നമുക്ക് ചിലപ്പോൾ അധ്യാപകർ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഉടനെ ചാടിക്കറിയാൻ ഉപദേശിക്കാനുള്ള പ്രവണത വരും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മൾ അവസാനം വരെ ക്ഷമാപൂർവ്വം അവർക്ക് പറയാനുള്ള കേൾക്കണം. ഈ ലോകത്തിൽ എന്നെ കേൾക്കാൻ ഒരു മനുഷ്യജീവി ഉണ്ട് എന്നൊരു തോന്നൽ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായാൽ അയാൾ ജീവൻ എടുക്കാനുള്ള സാധ്യത കുറവാണ്. മൂന്നാമത്തേത്, ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ സങ്കടപ്പെടുന്നത്. തീരെ ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി അവർക്ക് കൊറോണ പിടിക്കുമോ, അവർ മരിച്ചു പോകും എന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ വ്യാകുലപ്പെടും. ഇങ്ങനെ ഉള്ള തെറ്റിദ്ധാരണകളാണെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ വശം പറഞ്ഞു കൊടുത്താൽ അവരുടെ പ്രയാസം മാറും, അവരുടെ മനസ്സിലെ സമ്മർദ്ദം ഇല്ലാതെയാകും. ഇത്തരത്തിൽ ഗിവിംഗ് ഇൻഫർമേഷൻ, കൃത്യമായ വിവരം കൊടുക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പക്ഷെ വിവരം കൊടുത്താൽ പോലും ചില ആളുകളുടെ സമ്മർദ്ദം മാറില്ല. തീവ്രമായ വിഷാദത്തിലാണ്, ആത്മഹത്യ ചെയ്യണമെന്ന് അവർ തീവ്രമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ തീവ്രമായ പ്രയാസമുള്ള ആളുകളെ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് കൊണ്ടുപോകണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോകണം. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം, എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കുട്ടി ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവന്റെ വീട്ടിലായാലും അവന്റെ സ്കൂളിലായാലും അവരുടെ ചുറ്റും ഒരു വലയം ഉണ്ടാകണം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അധ്യാപകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒരു വലിയ വലയം. ആ വലയത്തിനുള്ളിൽ അവനെ നമ്മൾ സംരക്ഷിച്ചു നിർത്തണം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 1938 തുടങ്ങിയ ഒരു പഠനമുണ്ട്, ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി. ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആ പഠനത്തിൽ പഠിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃത്യമായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം, പുകവലി ശീലം ഉപേക്ഷിക്കുക, മദ്യപാനം ഉപേക്ഷിക്കുക, ഇതൊക്കെ ആയുസ് കൂട്ടുമെന്ന് പറയുന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ ആയുസ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ആ പഠനം പറയുന്നത് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം. ഇതാണ് ഒരു വ്യക്തിയുടെ ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സംഗതി എന്നാണ് ആ പഠനം പറയുന്നത്. ഇതാണ് ഇവിടെയും ഓർക്കേണ്ടത്. ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ് ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്, കൂടെ നിൽക്കണം. സഹപാഠികളായ കുട്ടികളോടും പറയണം, വിഷമം അനുഭവിക്കുന്ന ഒരാളുടെ കൂടെ നിന്ന് അവന്റെ പ്രതിസന്ധിയിൽ അവനൊരു താങ്ങായി നിന്ന്
അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾ ചെയ്യുന്നത് ദൈവീകമായ ഒരു പ്രവൃത്തിയാണ്. ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരികയാണ്. നിങ്ങൾ ഇവിടെ ജീവിച്ചതുകൊണ്ട്, ഈ ഭൂമുഖത്തിൽ പിറന്നതുകൊണ്ട് ഒരു ലക്ഷ്യം നിറവേറ്റപ്പെടുകയാണ്, ഒരു അർത്ഥം വരികയാണ്. ഈ രീതിയിൽ തന്നെ സംസാരിക്കണം. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കുട്ടികളെ നമുക്ക് ആത്മഹത്യകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ ORC-യിലൊക്കെ നമ്മൾ ടീച്ചേഴ്സിനും മറ്റൊക്കെ ട്രെയിനിങ്ങുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് രണ്ടുപേരോടും. മാഡം, സർ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കൂടി എടുക്കാൻ ഇപ്പൊ ഒരു ടൈം ഇല്ലാത്ത കാരണമാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിജു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന്റെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ്. നമസ്കാരം ടു ഓൾ. വളരെ എമിനന്റായ നല്ല പ്രഗത്ഭരായ ഇത്രയും ലൈവായി ഒരു സെഷൻ കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിച്ച നമ്മുടെ രണ്ടുപേരെയും വളരെ വളരെ താങ്ക്സ്. പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണിമായ മേഡത്തിന് തന്നെ. കാരണം ചില ചെറുപ്പകാലത്തുണ്ടാകുന്ന ചില ഡിസോർഡർ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതല്ലെങ്കിൽ പിൽക്കാലത്ത് അത് എപ്രകാരം ഗുണകരമാവും എന്നുള്ളതും, അതേപോലെ തന്നെ പേരൻസ്, മാതാപിതാക്കൾ എപ്രകാരമാണ് ഒരു കുട്ടിയെ അതിന്റെ ചെറുപ്പകാലത്ത് സ്വഭാവ രൂപീകരണത്തിനും അവന് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും സഹായിക്കുന്നതെന്നും വളരെ വ്യക്തമായി സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ വിവരിക്കുകയുണ്ടായി. താങ്ക് യു. ഞാൻ എന്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. രണ്ടാമത് അരുൺ സാർ. തീർച്ചയായും ഒരു തിയറട്ടിക്കൽ കം പ്രാക്ടിക്കൽ സൈഡ് കുട്ടികളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏത് രീതിയിലാണ് അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ള വളരെ വ്യക്തമായി നല്ല രീതിയിൽ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പം സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാർ വളരെ താങ്ക് യു. ഇതോണക്കൊരു നന്നായ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്തതിന് എമിനന്റായ രണ്ടുപേരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിലും അതേപോലെ തന്നെ സൂം 2 പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം പോവുകയാണ്. സൂം കോൺഫറൻസിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന തലത്തിലെ അധ്യാപകരാണ്. ഈ ഒരു സെഷനിലേക്ക് എത്തുകയും ഇതിലെ നല്ല കാര്യങ്ങൾ, ഇതിൽ പറഞ്ഞതെല്ലാം ഒരു പോയിന്റ് പോലും കളയാനില്ല, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. തീർച്ചയായും ഈ ലൈവ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേർന്ന എല്ലാ അധ്യാപകർക്കും, അതേപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയും, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് നോൺ SPC സ്റ്റുഡൻസും നമ്മളെ ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ സാർ, ആനന്ദ് സാർ, അതേപോലെ തന്നെ ആര്യ, അതുകൊണ്ട് തന്നെ മറ്റ് സേഫ്. ഇതിലുപരിയായി പോസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും കഴിഞ്ഞ 5 സെക്ഷനിലായി മികച്ച ഓറേറ്റേഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ പ്രഗത്ഭരായ ആൾക്കാരെ നമ്മളെ കൊണ്ടുവരികയും ചെയ്യുകയും ഇതിന്റെ ഒരു മാർഗദർശിയായും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട IG വിജയൻ സാർ ആദ്യമേ തന്നെ എന്താണ് കോൺഫ്ലിക്ട്, ആ കോൺഫ്ലിക്ട് നമ്മുടെ ജനന സമയത്ത് തന്നെ നമ്മുടെ ബർത്ത് ടൈമിൽ തന്നെ ഏത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റോട് കൂടിയാണ് നമ്മൾ ഈ ലോകത്തേക്ക്, പുതിയൊരു ലോകത്തേക്ക് വരുന്നതും പ്രതിപാദിച്ചു കഴിഞ്ഞു. സാറിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിലെ നമ്മുടെ ടോപ്പിക് സ്മൈലിംഗ് ത്രൂ ദിസ് ടഫ് ടൈംസ് ആണ്. നമുക്കറിയാം ഒരുപാട് പിന്നെ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പങ്കെടുക്കുന്നവരും എല്ലാവരും തന്നെ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാവരോടും ഈ ടോക്കിനെ പറ്റി പറയണം, അവരെ കൂടി പങ്കെടുപ്പിക്കണം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you so much. Good night. It was wonderful talking with all of you. അങ്ങനെ പുറത്ത് സംസാരിക്കാറില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് സംസാരിച്ചതാണ്. എല്ലാവർക്കും നന്ദി. അരുൺ സാറിന്റെ ക്ലാസ് കേട്ടതിൽ എനിക്കും കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് കൊണ്ടുപോകാനുണ്ട്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ മിഷൻ ബെറ്റർ ടുമോറോയോടും നന്ദി, വിജയൻ സാറിനും നന്ദി. താങ്ക് യു ആനന്ദേട്ട. എവരിവൺ താങ്ക് യു. Thank you so much. Good night. Good night.